പാടും മുസ്ലിം ലീഗ് അസ്തമിക്കാൻ ഉദിച്ചതല്ല, മുന്നും പിന്നും തിന്നിച്ചാരും പൊരുതിരല്ല. മുസ്ലിം ലീഗ് അസ്തമിക്കാൻ ഉദിച്ചതല്ല, മുന്നും പിന്നും തിന്നിട്ടാരും പൊരുതിരല്ല. ശോഭത്തിക്കും ഷിഹാബെന്ന വിളക്കിൽ തിളക്കത്തിൽ ജനാബ് കുഞ്ഞാലിക്കുട്ടി നയിക്കും. പാതരാത്തോരശ്വം പോലെ മാലനാട്ടിൽ കുതിക്കും. തിങ്കളൂതി ശോഭത്തിക്കും ഷിഹാബെന്ന വിളക്കിൽ തിളക്കത്തിൽ ജനാബ് കുഞ്ഞാലിക്കുട്ടി നയിക്കും. പാതരാത്തോരശ്വം പോലെ മാലനാട്ടിൽ കുതിക്കും. കുതിച്ചെത്തി മുന്നിൽ നിൽക്കും കുഞ്ഞാലിക്കുട്ടി. ഭൂതന്ത്രത്തിൻ മുന്നിൽ തളരാത്തുള്ള പുലിക്കുട്ടി. മുസ്ലിം ലീഗ് അസ്തമിക്കാൻ ഉദിച്ചതല്ല, മുന്നും പിന്നും പിന്നിട്ടാരും പൊരുതിയല്ല. മുസ്ലിം ലീഗ് നാടിന്റെ നായകനാണീ കുട്ടി. നാട്ടുകാരെല്ലാരും നെഞ്ചിലേറ്റി പുന്നാരം പാടുന്നൊരു ശിരൻ കുട്ടി. പാണ്ടി കടവത്ത് കുഞ്ഞാലിക്കുട്ടി. നാടിന്റെ നായകനാണീ കുട്ടി. നാട്ടുകാരെല്ലാരും നെഞ്ചിലേറ്റി പുന്നാരം പാടുന്നൊരു ശിരൻ കുട്ടി. പാണ്ടി കടവത്ത് കുഞ്ഞാലിക്കുട്ടി. നാടിന്റെ പടയണി ഉയരുകയായി ഹൈദരലി തങ്ങൾക്കൊപ്പം. ലീഗിന്റെ പടയണി ഉയരുകയായി ഹൈദരലി തങ്ങൾക്കൊപ്പം. ലീഗിന്റെ പടയണി ഉയരുകയായി ഹൈദരലി തങ്ങൾക്കൊപ്പം. ലീഗിന്റെ പടയണി ഉയരുകയായി. അഹമ്മദ് സാഹിബ് സിന്ദാബാദ്, അഹമ്മദ് സാഹിബ് സിന്ദാബാദ്. സാദിഖ് അലി തങ്ങൾ സിന്ദാബാദ്, സാദിഖ് അലി തങ്ങൾ സിന്ദാബാദ്. Freedom. Freedom to feel. Freedom to sense. Freedom to love. Freedom to live your life healthy. Serving you with real medical experts since 1999. Jeddah, Sharafia, Industrial City, Azizia. ഉംറ സേവന രംഗത്ത് വിശ്വസ്തയുടെ കരുത്തുമായി ക്രസന്റ് ഉംറ സർവീസ്, ഇൻഡോ അറബ് ട്രാവൽസ്, സുന്നി മഹൽ ബിൽഡിംഗ്, മലപ്പുറം. يا ربنا لك اللمد كما ينبغي لجلال وجهك عظيم سلطانك
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يسر عسيرنا وسهل أمورنا وحسن مرادنا ولي أعمالنا واقل أوائدنا من أوائد المحتاجين اللهم بارك لنا في جميع أمورنا بركة تامة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നത് മുസ്ലിം ലീഗിന്റെ മുഴുവൻ പോഷക സംഘടനകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് അവർക്കൊക്കെ തന്നെ പ്രത്യേകം സമ്മേളനങ്ങൾ നൽകിക്കൊണ്ട് ഈ ജില്ലയിലെ മുഴുവൻ ജനസാമാന്യങ്ങൾക്കും പങ്കെടുക്കാൻ അവസരം നൽകിക്കൊണ്ട് സകല തലങ്ങളെയും പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ സംവദിച്ചുകൊണ്ടാണ് ജില്ലാ സമ്മേളന പരിപാടികൾ നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ നടത്തിയത്. ആ സമ്മേളനങ്ങൾ വിജയിപ്പിച്ച മുഴുവൻ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോടും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരോടും നന്ദി പറയാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 6.5 പതിറ്റാണ്ടായി മുസ്ലിം ലീഗ് രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ദൗത്യം, ആ ദൗത്യം ഒന്നുകൂടി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ, നിങ്ങൾക്കറിയാം, നമ്മുടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ച നഗരി മർഹൂം ഇസ്മായിൽ സാഹിബിന്റെ നഗരിയിലാണ് നമ്മുടെ സമ്മേളനത്തിന് സമാരംഭം കുറിച്ചത്. ഈ സമ്മേളനം പര്യവസാനിക്കുന്നത് ഇന്നും നമ്മുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള നഗരിയിലാണ്. ഇസ്മായിൽ സാഹിബ് മുതൽ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരെയുള്ള നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന മാർഗം, അവരുടെ പാന്താവ്, അത് മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് അതിൻ്റെ ദൗത്യവുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ 6.5 പതിറ്റാണ്ടിനിടയിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, സമുദായത്തിനു വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിച്ചു. നമുക്കറിയാം, മലപ്പുറം ജില്ല, ആ ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ ജില്ലയിലുണ്ടായ സകലമാന മാറ്റങ്ങളും അത് ഓരോന്നോരോന്നായി എണ്ണിപ്പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 969 ഈ ജില്ല നിലവിൽ വന്ന് ഇന്ന് ഈ സമയം വരെ ഈ ജില്ലയിലുണ്ടായ പുരോഗതികൾ, വികസന മുന്നേറ്റങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ സംഘടന, നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ നിർവഹിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ, ഈ ജില്ലയിൽ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന, എല്ലാ മേഖലയിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വളരെ സന്തോഷപൂർവ്വം ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാമായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, എല്ലാ പ്രവർത്തനങ്ങളും ഈ ജില്ലാ സമ്മേളനം നിശ്ചയിച്ചത് മുതൽ ഓരോ കാര്യവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട തങ്ങൾ അവറുകളാണ്. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വളരെ സന്തോഷപൂർവ്വം
ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേശീയ അധ്യക്ഷൻ, നമ്മുടെ എല്ലാമായ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി, മാനവ വിഭവശേഷ വകുപ്പിന്റെ സഹമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട പാർലമെന്റ് മെമ്പർ ഇ അഹമ്മദ് സാഹിബ് മുഖ്യ അതിഥിയായി നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചിട്ടുള്ള രണ്ടാമത്തെ പരിപാടിയിലാണ് അഹമ്മദ് സാഹിബ് പങ്കെടുക്കുന്നത്. വളരെ പ്രയാസങ്ങൾ സഹിച്ച് നമ്മളോടൊപ്പം വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം നമുക്ക് തന്ന പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിനെ വളരെ സന്തോഷപൂർവ്വം ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മോട് സംസാരിക്കുന്നത് ഈ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ, ഈ സമ്മേളനത്തിന്റെ ഓരോ കാര്യങ്ങളും ഓരോ സമ്മേളനം കഴിയുമ്പോഴും അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തെന്ന നമ്മുടെ പ്രിയങ്കരനായ നിയമസഭാ പാർട്ടി ലീഡർ, വ്യവസായ വകുപ്പ് മന്ത്രി, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹം നമ്മളോട് ഈ ചടങ്ങിൽ സംസാരിക്കും. മാത്രമല്ല, ഒരു കാര്യം കൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി 1:30 മണിക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ ടെലിഫോൺ ചെയ്തു. ഞങ്ങൾ രാത്രി ഇവിടെ നിന്ന് 12:30 മണിക്കാണ്. 1:30 മണിക്ക് വീട്ടിലെത്തി. ടെലിഫോൺ ബെല്ലടിച്ചപ്പോൾ ടെലിഫോൺ എടുത്തപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അപ്പോഴാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്. അപ്പൊ ഇന്ന് നടക്കുന്ന സമ്മേളനം സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകും, ചിലപ്പോൾ UDF-ന്റെ ഭാഗം ഹർത്താലുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ, പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ആരാഞ്ഞു. കാരണം ഞാൻ 1:30 മണിക്ക് ആ സമയത്ത് അദ്ദേഹം വിളിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഈ സമ്മേളനത്തിൽ അദ്ദേഹം ശുഷ്കാന്തി കാണിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളിൽ ഒരു സംഘാടകനെ പോലെയാണ് അദ്ദേഹം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അന്വേഷിച്ചിരുന്നത്. പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ സാഹിബിനോട് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. തീരദേശത്ത് നടക്കുന്ന ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ET മുഹമ്മദ് ബഷീർ സാഹിബിനോട് സംസാരിച്ചപ്പോൾ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ നല്ല പ്ലാനിംഗ് ആണ്. തീരദേശത്ത് ഇതുപോലെയുള്ളൊരു സമ്മേളനവും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ ജില്ലാ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെയും നേതൃത്വത്തിലുള്ള തീരദേശ യാത്രയുമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ET മുഹമ്മദ് ബഷീർ സാഹിബ് വളരെ കൗതുകത്തോടുകൂടിയാണ് ആ കാര്യങ്ങൾ ശ്രമിച്ചത്. മാത്രമല്ല, ആ തീരദേശ സമ്മേളനത്തിന്റെ സംഘാടനം വരെ ഏറ്റെടുത്തുകൊണ്ട് ആ സമ്മേളനം ഇതുപോലെ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് ഉണ്ണിയാൽ കടപ്പുറത്ത് വലിയൊരു സമ്മേളനമായി മാറ്റിമയക്കുന്നതിന് വേണ്ടിയുള്ള മുഖ്യ സംഘാടനം വഹിച്ച ET മുഹമ്മദ് ബഷീർ സാഹിബ്, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ സാഹിബിനെ വളരെ സന്തോഷപൂർവ്വം ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബ്, ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഞങ്ങളോട് അന്വേഷിക്കുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത മജീദ് സാഹിബിനെ വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ PV അബ്ദുൽ വഹാബ് സാഹിബ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് അന്വേഷിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന PV അബ്ദുൽ വഹാബ് സാഹിബിനെ വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേശീയ സെക്രട്ടറി അബ്ദുൽ സമദ് സമദാനി സാഹിബ്, പൊന്നാനിയിൽ ചരിത്ര സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സമദാനി സാഹിബായിരുന്നു. അത് മുതൽ എല്ലാ സമ്മേളനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച സമദാനി സാഹിബിനെ ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, റഷീദ് അലി ശിഹാബ് തങ്ങൾ, മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെയും മുസ്ലിം ലീഗിന്റെ സമ്മേളന നഗരിയിൽ, ഈ നഗരിയിൽ നടന്ന പരിപാടിയിലൊക്കെ അവർ സംബന്ധിച്ചിരുന്നു. അവരുടെയൊക്കെ നിറസാന്നിധ്യം നമ്മുടെ സമ്മേളനത്തിന് ആവേശം പകരുന്നു. എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, നിയമസഭാ സാമാജികന്മാർ, മന്ത്രിമാർ, അബ്ദുറബ് സാഹിബ്, അലി സാഹിബ്, അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞി സാഹിബ്, എല്ലാവരും ഈ ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷപൂർവ്വം അവരെ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രീൻ കാർഡ് ക്യാപ്റ്റന്മാർ, വളണ്ടിയർമാർ, ഈ മഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി, മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി, നമ്മുടെ വാർത്താ മാധ്യമത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഈ സമ്മേളനവുമായി സഹകരിച്ചിട്ടുണ്ട്. വനിതാ ലീഗിന്റെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. എല്ലാവരെയും ആരുടെയും പേര് വിട്ടുപോയിട്ടില്ലെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സ്റ്റേജിൽ അണിനിരുന്ന മുഴുവൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും സർവോപരി ലക്ഷക്കണക്കിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെയും ഗ്രീൻ കാർഡ് വളണ്ടിയേഴ്സിനേയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. Freedom. Freedom to speak. Freedom to sense. Freedom to love. Freedom to live your life healthy. Serving you with real medical experts since 1999. Jeddah, Sharafia, Industrial City, Al-Izia. ഉംറ സേവന രംഗത്ത് വിശ്വസ്തയുടെ കരുത്തുമായി ക്രസന്റ് ഉംറ സർവീസ്, ഇൻഡോ അറബ് ട്രാവൽസ്, സുന്നി മഹൽ ബിൽഡിംഗ്, മലപ്പുറം. അസ്സലാമു അലൈക്കും. ഇന്നേ ദിവസം വടകരയിൽ ഇന്നലെ രാത്രി നടന്ന നിഷ്ഠൂരമായ കൊലപാതകം റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീ ടി.പി. രാജശേഖരനെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയ നിഷ്ഠൂരമായ സംഭവം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും, ടി.പി. ചന്ദ്രശേഖരൻ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലെ മുഴുവൻ സമൂഹവും ദുഃഖത്തിലാണ് കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. UDF ആ വധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഹർത്താൽ ആചരിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിൽ ഉച്ചവരെ ഹർത്താൽ നമ്മൾ ആചരിച്ചു, UDFന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം. വാസ്തവത്തിൽ ഈ സമ്മേളനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പും ശക്തമായ പ്രതിഷേധ റാലിയുമായി മാറിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രിയങ്കരനായ ടി.പി. ചന്ദ്രശേഖരൻ്റെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ആ വധത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാൻ ഈ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയാണ്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ശ്രീ ടി.പി. ചന്ദ്രശേഖരനെ നിഷ്ഠൂരമായി വധിച്ച നടപടിയിൽ ഈ മഹാസമ്മേളനം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും കേരളത്തിൻ്റെ അത്യഗാധമായ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ ഭീകര രാഷ്ട്രീയം നടത്തിപ്പോരുന്ന CPMന്റെ മറ്റൊരു ദുർചെയ്തി കൂടി കേരളത്തിന് കാണേണ്ടി വന്നിരിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനായ ഷുക്കൂറിനെ ക്രൂരമായി കൊല ചെയ്തതിൻ്റെ കണ്ണീർ വറ്റുന്നതിന് മുമ്പാണ് വീണ്ടും ഈ പൈശാചിക നടപടി CPM തന്നെ നടത്തിയിരിക്കുന്നത്. സമാന്തര കോടതിയും വിചാരണയും വിധിയും എല്ലാം നടപ്പിലാക്കുന്ന CPMന്റെ ഈ ഉന്മൂല സിദ്ധാന്തത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ചണിനിരക്കണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുന്നു. കുറ്റവാളികളെ ഉടനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും ഈ യോഗം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ്
നാം സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സമാദരണീയരായ അധ്യക്ഷർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്, മുഖ്യ അതിഥി വിദേശ സഹകാര്യമന്ത്രി ഇ അഹമ്മദ് സാഹിബ്, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഷീർ സാഹിബ്, കെ പി എ മജീദ്, എം പി അബ്ദുൽ സമദ് സമദാനി, ഡോക്ടർ എം കെ മുനീർ, വി കെ അബ്ദുൾ റബ്ബ്, വി കെ ഇബ്രാഹിം കുഞ്ഞ്, മഞ്ചളാംകുഴി അലി, കെ എം ഷാജി, ടി വി അബ്ദുൽ വഹാബ്, പി അഹമ്മദ് കുട്ടി, എം ഐ തങ്ങൾ, പി എം എ സലാം, സലീം പുരുവമ്പലം, നമ്മുടെ മദ്രാസ് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അബൂബക്കർ സാഹിബ്, ഗ്രീൻ ഗാർഡ് വളണ്ടിയർമാർ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ, MSFൻ്റെ, STUവിൻ്റെ, KMCCയുടെ, വനിതാ ലീഗിൻ്റെ, മറ്റ് പോഷക ഘടകങ്ങളുടെയെല്ലാം നേതാക്കളെ, പ്രവർത്തകരെ, വാർത്താ മാധ്യമ പ്രവർത്തകർ, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് 15 പരിപാടികൾ നടത്തിക്കൊണ്ട് ഇന്ന് അതിൻ്റെ സമാപനം ഇവിടെ കുറിച്ചുകൊണ്ടിരിക്കുക. തുടക്കം കുറിച്ച മർഹൂം ഖായിദ ഇസ്മായിൽ സാഹിബിൻ്റെ നഗർ ഇന്ന് ഈ സമാപനം ഇവിടെ നമ്മുടെയെല്ലാം ഒരിക്കലും മറക്കാനാവാത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നഗർ, അവിടെയാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവർക്കെല്ലാം അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തീരുമാറാകട്ടെ. അവരുടെ പാതയെ പിൻപറ്റിക്കൊണ്ട് അവരുടെ നിലപാടിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ഇന്നും മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മഹാനായ ഖായിദ ഇസ്മായിൽ സാഹിബ് ഈ മഹത്തായ പ്രസ്ഥാനം നമുക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അഭിവന്ദ്യനായ ശ്രീ ചന്ദ്രശേഖരൻ കൊലപാതക രാഷ്ട്രീയക്കാരുടെ നിഷ്ഠൂരമായ ആ കൊലപാതകം ഏറ്റുവാങ്ങിയ ഒരു ദുഃഖം നിലനിൽക്കുന്ന ഒരു ദിനം കൂടിയാണ്. അദ്ദേഹം ഒരു വലിയ സൗമ്യനായ നേതാവായിരുന്നു. CPM, അതുപോലെ തന്നെ നമ്മുടെ ശുക്കൂർ, പ്രിയങ്കരനായ ശുക്കൂർ, അദ്ദേഹത്തിൻ്റെ ആ വേർപാടിൽ നിന്ന് നാം കയറുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ ഒരു കൊലപാതകം കൂടിയാണ് ഇവിടെ നമ്മെ ദുഃഖിപ്പിച്ചത്. അതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതിൽ ഈ മഹത്തായ സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നാം നിൽക്കുന്നത്. മുസ്ലിം ലീഗ്
വളരെയധികം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോയത്. പാർട്ടിയെ പടുത്തുയർത്തപ്പെട്ട ആ കാലഘട്ടത്തിൽ വൻ തോക്കുകളുടെ എതിർപ്പുകളെ ഇവിടെ വെല്ലിക്കൊണ്ടാണ് മഹത്തായ പ്രസ്ഥാനം ഇവിടെ കടന്നുപോയത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ ജയിലറകൾ അത് മുല്ലപ്പൂ പോലെ സ്വീകരിച്ചിരുന്ന ആളുകളുണ്ടായി. അതേപോലെ തന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ബാപ്പു കുരുക്കളുടെയും മറ്റ് കുരുക്കന്മാരെയും അതുപോലെ തന്നെ കൊരമ്പയിൽ അഹമ്മദ് ഹാജിയെയും മൺമറഞ്ഞു പോയ നമ്മുടെ ഈ മഞ്ചേരിയിലെ നേതാക്കന്മാരെയും നമുക്കൊരിക്കലും തന്നെ മറക്കാൻ സാധിക്കുകയില്ല. അവരെല്ലാം തന്നെ ഇവിടെ വളരെയധികം പ്രയാസങ്ങൾ അതിജീവിച്ചുകൊണ്ട് മല കയറിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ വളർത്തിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഈ രാജ്യത്ത് യോഗ്യതയുള്ള ഒരു ഉയർന്ന ആരാൻ്റെ വിറകുകെട്ടികളും വെള്ളം കോരികളുമായിക്കൊണ്ട് തരം തായാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അഭിലാഷങ്ങളെല്ലാം തന്നെ സാക്ഷാത്കരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇന്ന് ഈ സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തിയിരിക്കുകയാണ് എന്ന അഭിമാനത്തോടു തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അഭിമാനമുള്ള, അന്തസ്സുള്ള, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡുള്ള ഒരു നിലവാരമുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരിക്കലും വികാരത്തിന് അടിമപ്പെടുന്ന ഒരു ശീലം അല്ലെങ്കിൽ പാരമ്പര്യം, ഒരു ചരിത്രം മുസ്ലിം ലീഗിനുണ്ടായിട്ടില്ല. മറിച്ച് വിവേകത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലം മുതൽ ഇന്ന് വരെ ഇവിടെ പ്രവർത്തിച്ച് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എടുത്ത ഒരു കാര്യവും ഇവിടെ പാളിച്ച പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ എടുത്ത തീരുമാനത്തെ ഒരിക്കലും തന്നെ മാറ്റേണ്ട ഗതികേട് മുസ്ലിം ലീഗിനുണ്ടായിട്ടില്ല എന്ന് നമുക്കിവിടെ തെളിയിക്കുവാൻ സാധിക്കുകയാണ്. മാത്രമല്ല, മുസ്ലിം ലീഗ് ഇന്ന് വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് പാർട്ടികൾ മുസ്ലിം ലീഗിലേക്ക് ആളുകൾ എന്നും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും വിദേശത്തും വളരെ ആവേശത്തോടു കൂടി തന്നെ ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇസ്മായിൽ സാഹിബ് തുടങ്ങിവെച്ച ആ ജീവകാരുണ്യ പ്രവർത്തനം ഇന്നും അതൊരു പ്രത്യേക അജണ്ടയായിക്കൊണ്ട് മുസ്ലിം ലീഗ് ഇവിടെ ആ പ്രവർത്തനം ഇവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഗികൾക്ക്, വൃക്ക രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്കും വീടില്ലാത്ത ആൾക്ക് വീട് നൽകിക്കൊണ്ട് ധാരാളം റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്ത് ഏക പാർട്ടി മുസ്ലിം ലീഗാണ് എന്ന അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് ലാഭം ഇതുകൊണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ഒരു ഇബാദത്തായി പ്രവർത്തിക്കുന്ന പാർട്ടിയായി മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരെങ്കിലും പറയുന്നത് പോലെ ഈ മുസ്ലിം ലീഗ് ഇവിടെ എവിടെയെല്ലാം തീവ്രവാദം ഇവിടെ വളർന്നു അതിന് മുളയിൽ തന്നെ നുള്ളുവാൻ മുന്നോട്ട് വന്ന പാർട്ടി മുസ്ലിം ലീഗാണ് എന്ന് ഇവിടെയുള്ള ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ആ ചരിത്രം അറിയുന്നില്ലെങ്കിൽ പഠിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും സഹായിച്ചത് എന്ന് ഓരോ കാലത്തിലേക്കും എത്തി നോക്കുമ്പോൾ അതെല്ലാം പച്ച വെള്ളം പോലെ അറിഞ്ഞ ആളുകളാണ് ഈ കേരളത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ഇവിടെ ആരെങ്കിലും എതിർത്താൽ അല്ലെങ്കിൽ ആരെങ്കിലും മുസ്ലിമിൻ്റെ ശക്തിയെ, സ്വാധീനത്തെ ഇവിടെ തളർത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അത് തീർച്ചയായിട്ടും പല സന്ദർഭങ്ങളിലും മുസ്ലിം ലീഗ് കളിയാക്കുന്നുണ്ട്, വന്യനം കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പലവിധത്തിലും അവരുടെ നേതാക്കന്മാരെപ്പോലും തേജോവധം ചെയ്യാൻ വേണ്ടി നമ്മുടെ എതിരാളികൾ പല സന്ദർഭത്തിലും ഇവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം മല പോലെ വന്നതെല്ലാം മഞ്ഞുപോലെ ആയ ചരിത്രമാണ് മുസ്ലിം ലീഗിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതെല്ലാം മലമേൽ കല്ലെറിയുന്ന പോലെ മാത്രമാണ് ഈ എതിർപ്പുകൾ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
മാത്രം നമ്മുടെ മുസ്ലിം ലീഗ് കോൺഗ്രസും തമ്മിൽ നമ്മുടെ പൂർവ്വകാലം മുതൽ തന്നെ നമ്മുടെ പൂർവികരായ നേതാക്കന്മാർ ഊട്ടി വളർത്തിയ ഒരു മുന്നണിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ആ സഖ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും തന്നെ ആ മുന്നണി ബന്ധത്തെ തകർക്കാൻ സാധിക്കയില്ല. നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി, നമ്മുടെ മുഖ്യമന്ത്രി ധാരാളം പ്രവർത്തനം ചെയ്തുകൊണ്ട് ഈ സർക്കാർ ഇന്ന് വളരെ കൂടുതൽ ഐക്യത്തോടുകൂടി ഭദ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ മതേതരത്വ ശക്തി, ഇവിടെയുള്ള ജനാധിപത്യവും മതേതരത്വവും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ഇത് നേടിയെടുക്കുവാൻ, അതേപോലെ തന്നെ നമ്മെ എതിർക്കുന്ന ഇന്ന് നമ്മുടെ ചന്ദ്രശേഖരൻ്റെ ആ നിഷ്ഠൂരമായ കൊലപാതകം, അതുപോലെ തന്നെ നമ്മുടെ ശുക്കൂറിൻ്റെ ആ കൊലപാതകവും വധം, അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ധാരാളം എതിർപ്പുകളെ ചെറുക്കുവാൻ തീർച്ചയായിട്ടും ഐക്യത്തോടുകൂടി ഐക്യ മുന്നണി ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക അക്രമ രാഷ്ട്രീയം കൊണ്ടൊന്നും തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും അക്രമ രാഷ്ട്രീയവും അവർ അവസാനിപ്പിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്കിലൂടെ ഔപചാരികമായിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. Freedom. Freedom to speak. Freedom to sense. Freedom to love. Freedom to live your life healthy. Serving you with real medical experts since 1999. Jeddah, Sharafia, Industrial City, Al-Sizia. ഉംറ സേവന രംഗത്ത് വിശ്വസ്തയുടെ കരുത്തുമായി ക്രസന്റ് ഉംറ സർവീസ്, ഇൻഡോ അറബ് ട്രാവൽസ്, സുന്നി മഹൽ ബിൽഡിംഗ്, മലപ്പുറം. തമിഴ്നാട് മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അബൂബക്കർ സാഹിബ് നമ്മളോടൊപ്പം സന്നിഹിതരായിട്ടുണ്ട്. അദ്ദേഹത്തിന് ട്രെയിനിൽ പോകേണ്ടതിനാൽ വളരെ കുറഞ്ഞ സമയം നമ്മളോട് സംസാരിക്കുന്നു. I invite Mr. Abubakar Sahib to deliver his very short speech within 5 minutes. Assalamu alaikum wa rahmatullahi ta'ala barakatuhu. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. அளவற்ற அருளாளனும் நிகரற்ற எல்லாம் வல்லோனுமாகிய அல்லாஹ்வினுடைய திருப்பெயரால் என்னுடைய வார்த்தைகளை துவங்குகின்றேன். சலவாத்தும் சலாமும் நம் உயிரினிய தலைவர் முகமது முஸ்தபா அஹமது முஜ்தபா ரசூல் அக்ரம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் மீதும் அவர்களுடைய உத்தம குடும்பத்தார்கள் சஹாபா பெருமக்கள் அனைவர்கள் மீதும் என்றென்றும் உண்டாவதாக. இந்திய இஸ்லாமியர்களின் தாய் திருச்சபை இந்திய யூனியன் முஸ்லீம் லீக் பேரியக்கத்தினுடைய வரலாற்று சிறப்புக்குரிய மஞ்சேரி இந்த மாவட்டத்தினுடைய மாநாட்டுக்கு தலைமையேற்றிருக்கக்கூடிய மாவட்ட தலைவர் சையது சாதிக் அலி சிஹாபு தங்கள் அவர்களே, பாணக்காட்டிலே பிறந்து இந்தியா முழுவதற்கும் ஞானக்கடலை தந்து கொண்டிருக்கக்கூடிய சையது ஹைதர் அலி சிஹாப் தங்கள் அவர்களே, இந்திய யூனியன் முஸ்லீம் லீக் பேரியக்கத்தினுடைய தேசிய தலைவர், சமுதாயத்தினுடைய அளப்பெரிய காரியங்களிலே தன்னை முழுமையாக எடுத்துக் கொண்டிருக்கக்கூடிய மாண்புமிகு இ அகமது சாஹிப் அவர்களே, கேரளாவினுடைய சிங்கக்குட்டி எங்கள் அருமை குட்டி குஞ்சாலி குட்டி சாஹிப் அவர்களே, கேரள மாநிலத்தினுடைய பொதுச் செயலாளர்கள்
அருமை ஈட்டி பஷீர் சாஹிப் அவர்களே, KPA மஜீத் சாஹிப் அவர்களே மற்றும் முஸ்லீம் லீக்கினுடைய நேதாக்களே, நான் இங்கே வந்து சமஸ்கரிக்க வரவில்லை. உங்களை எல்லாம் பார்க்க வேண்டும், உங்களுடைய துவாக்களை பெற வேண்டும் என்ற அடிப்படையிலே வந்திருக்கின்றோம். இந்திய யூனியன் முஸ்லீம் லீக்கினுடைய 65வது நிறுவன தின விழாவினுடைய பொதுக்கூட்டங்கள் தமிழ்நாட்டிலே 2000க்கும் மேற்பட்ட இடங்களிலே கொடியேற்று விழாக்கள் நடந்தன. அதே போல கேரளாவிலே இன்று கடல் போல் கூடியிருக்கக்கூடிய இந்த பெருமக்களுடைய வாழ்த்துக்களை நாங்கள் பெறுகின்றோம். எல்லாம் வல்ல இறைவனுடைய பேரருளால் இந்திய யூனியன் முஸ்லீம் லீக் இங்கே இருக்கும் வரை இந்திய திருநாட்டிலே முஸ்லீம்கள் மானத்தோடும் மரியாதையோடும் இஸ்ஸத்தோடும் வாழ்வார்கள். அதற்கு கேரள மாநிலம்தான் வழிகாட்டுதல். வளமான வாய்ப்புக்கு நன்றி கூறி அமைகின்றேன். நன்றி, வசலாம். അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ജനാബ് അഹമ്മദ് സാഹിബ് അവറുകളെ, ആദരണീയരായ കേരള സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകളെ, പ്രിയപ്പെട്ട വ്യവസായ IT വകുപ്പ് മന്ത്രി CPK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളെ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി T മുഹമ്മദ് ബഷീർ സാഹിബ്, KPA മജീദ് സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് സാഹിബ്, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള മന്ത്രിമാർ, MLA മാർ, മറ്റു ജനപ്രതിനിധികൾ, മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ, പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ഗ്രീൻ കാർഡ് വോളണ്ടിയർമാർ, മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന് ഈ ജില്ലയിലെ മുസ്ലിം ലീഗ് അണികളെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ജാലിയൻ വാലാബാഗിൽ പണ്ട് ആളുകളെ കുടുക്കിയിട്ടതുപോലെ ഇവിടെ ഈ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിങ്ങളെ കുടുക്കിയിടേണ്ടി വന്നത്. ഇനി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം നടത്തണമെങ്കിൽ ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും നമ്മൾ സ്ഥലം കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ആദരണീയരായ നേതാക്കളൊക്കെ നമ്മളോട് സംസാരിക്കാനിരിക്കുന്നു. മാത്രവുമല്ല, വളരെ നേരത്തെ തന്നെ ഇവിടെ വന്ന് ഈ സമ്മേളനം വീക്ഷിക്കുന്നതിന് വേണ്ടിയും കേൾക്കുന്നതിന് വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ ക്ഷമ കൂടുതലായി പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ തന്നെ അബൂബക്കർ സാഹിബിൻ്റെ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് ആത്മാഭിമാനവും സുരക്ഷിതത്വ ബോധവുമുള്ള ഒരു സമൂഹമായി മലപ്പുറം ജില്ലയിലെ ജനസമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ ഏറെ പ്രയത്നിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത്. സംശുദ്ധ രാഷ്ട്രീയം, സുരക്ഷിത സമൂഹം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ 21-ാം തീയതി മുതൽ തുടങ്ങിയ നമ്മുടെ സമ്മേളനം, അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി സമ്മേളനം, യുവജന സമ്മേളനം, വനിതാ സമ്മേളനം, പ്രവാസി സമ്മേളനം, തൊഴിലാളി സമ്മേളനം, ചരിത്ര സെമിനാർ, തീരദേശ സമ്മേളനം തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും സ്പർശിക്കുന്ന തരത്തിൽ നമ്മുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കുകയും അതിൻ്റെയൊക്കെ പരിസമാപ്തിയായി 25,000-ഓളം നമ്മുടെ യുവ സഹോദരന്മാർ അണിനിരന്ന ഗ്രീൻ കാർഡ് പരേഡ് അത് പൂർത്തീകരിക്കാനാവാതെ നമുക്കത് അവസാനിപ്പിക്കേണ്ടിയും വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഒരു മാതൃകാ ആസ്ഥാനമായി നമ്മുടെ മലപ്പുറം ജില്ല മാറിയിരിക്കുകയാണല്ലോ. 1969-ൽ രൂപീകൃതമായ നമ്മുടെ ജില്ല 43 വർഷക്കാലത്തിൻ്റെ അതിൻ്റെ വളർച്ചയിൽ മുന്നേറുമ്പോൾ ഇന്ന് ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമായി നമ്മുടെ ജില്ല മാറിയിരിക്കുകയാണ്. സാക്ഷരത കൊണ്ടും വിദ്യാഭ്യാസ മികവ് കൊണ്ടും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ മുന്നേറ്റം കൊണ്ടും അതുപോലെ തന്നെ അടിസ്ഥാന വികസനത്തിന് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുന്നേറിയ ജില്ല എന്നുള്ള നിലക്കും നമ്മുടെ ജില്ല ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ജില്ലയുടെ ആ മുന്നേറ്റത്തിൻ്റെ പിന്നിൽ നമ്മെ സഹായിച്ചത് മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങൾക്ക് പിന്നിൽ നമ്മൾ അണിനിരന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് അവരുടെ മോചനത്തിന് വേണ്ടി
രൂപീകൃതമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഖായിദുൽ-മില്ലത്തിൻ്റെ മഹനീയമായ നമ്മുടെ അസ്തിത്വത്തിൻ്റെ, നമ്മുടെ ആത്മാഭിമാനത്തോടെയുള്ള അസ്തിത്വം കാത്തു സൂക്ഷിക്കുവാൻ അതിനുവേണ്ടി രൂപീകൃതമായ ഈ പ്രസ്ഥാനത്തിന് അതിന് ജീവൻ പകർന്ന ഒരു പ്രദേശമാണല്ലോ ഏറനാടിൻ്റെയും വെള്ളുവനാടിൻ്റെയും പശ്ചാത്തലങ്ങളിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന നമ്മുടെ ഈ ജില്ല കാഴ്ചവെച്ചത്. ഖായിദുൽ-മില്ലത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചതുകൊണ്ട് ഒരിക്കലും ഈ ജില്ല ഒരു കുട്ടി പാകിസ്ഥാനായി മാറിയില്ല. പലരും അങ്ങനെ ആരോപിച്ചിരുന്നു. മറിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവുമേറെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു രാജ്യം, ഒരു പ്രദേശം അതേത് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. മലബാറിൻ്റെ പ്രമുഖ ദേശമായ ഈ മലപ്പുറം ജില്ലയാണ് ലോകത്ത് ഏറ്റവുമേറെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ വിളനിലമായി ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചാൽ അവിടെ സമാധാനമുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് മലപ്പുറം ജില്ല കാഴ്ചവെക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയുവാനുള്ളത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് എന്നാണ് നമുക്ക് നമ്മുടെ രാജ്യത്തോട് അഭിമാനത്തോടെ ഇന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന പരമാർത്ഥം. ഇന്ന് രാജ്യത്തിന് മാതൃകയായ ഈ മഹനീയമായ രാഷ്ട്രീയ ശക്തി, അതിൻ്റെ ഇച്ഛാശക്തി വളർത്തിയെടുക്കുന്നതിൽ അതിനുവേണ്ടി സഹകരിച്ച ലക്ഷോപലക്ഷം നാട്ടുകാർ, നമ്മുടെ മലപ്പുറം ജില്ലക്കാർ, അവർക്ക് ഒരു വിധത്തിലുള്ള ഇച്ഛാഭംഗവുമില്ലാതെയാണെന്ന് ജീവിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ജില്ല ഇല്ലായ്മയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലയുടെ പര്യായമെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മുന്നേറ്റമാണ് നമ്മുടെ ജില്ലയുടെ പര്യായമായി ലോക സമൂഹത്തിന് മുമ്പിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അമേരിക്കയിൽ പോയാൽ, ഓസ്ട്രേലിയയിൽ പോയാൽ, ജപ്പാനിൽ പോയാൽ, ചൈനയിൽ പോയാൽ, ലോകത്ത് ഏത് രാജ്യങ്ങളിൽ വിദ്യാഭ്യാസപരമായ മുന്നേറ്റമുണ്ടോ അവിടങ്ങളിലൊക്കെ പോയാൽ അവിടെയൊക്കെ വിദ്യാഭ്യാസം അന്വേഷിച്ചു ചെല്ലുന്ന മലപ്പുറം ജില്ലയിലെ യുവതലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തെവിടെയും തൊഴിലന്വേഷകരായി നമ്മുടെ ജില്ലയിലെ യോഗ്യരായ നമ്മുടെ യുവാക്കളെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഈ തലത്തിലേക്ക് ജില്ലയുടെ ഒരു പ്രതീകമായി വിദ്യാഭ്യാസ മുന്നേറ്റത്തെ മാറ്റിയെടുക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു പരമാർത്ഥമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള മുന്നേറ്റം ഒരു സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണല്ലോ. ആ മുന്നേറ്റത്തെ അതിനുവേണ്ടി പ്രയത്നിച്ച ലക്ഷോപലക്ഷം ആളുകൾ നമുക്ക് ഈ മഹാപ്രസ്ഥാനത്തെ നമ്മുടെ ഇളം തലമുറകളിലേക്ക് വരും തലമുറകളിലേക്ക് ഇതിനെ സമർപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് ശക്തമായി ഈ ഹരിത സംഘടിത ശക്തിയുടെ പിന്നിൽ അണിനിരന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. വഹ്റുദൈവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Freedom. Freedom to feel. Freedom to sense. Freedom to love. Freedom to live your life healthy. Serving you with real medical experts since 1999. Jeddah, Sharafia, Industrial City of Izia. ഉംറ സേവന രംഗത്ത് വിശ്വസ്തയുടെ കരുത്തുമായി ക്രസന്റ് ഉംറ സർവീസ്, ഇൻഡോ അറബ് ട്രാവൽസ്, സുന്നി മഹൽ ബിൽഡിംഗ്, മലപ്പുറം. അടുത്തതായി മുഖ്യാതിഥി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമാരാധ്യനായ പ്രസിഡന്റുമായ ഇ അഹമ്മദ് സാഹിബിനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു യാ റസൂലുൽ കരീം വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം അജ്മഈൻ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും കേരള ഇന്ത്യയിൽ മുസ്ലിം ലീഗിൻ്റെ അനിശ്ചിതനുമായ പാണക്കാട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുടെ, ബഹുമാന്യനായ അധ്യക്ഷൻ പാണക്കാട്ട് സാദിഖ് അലി തങ്ങൾ അവരുടെ, എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ കേരള സംസ്ഥാന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷിയുടെ നേതാവും പ്രഗത്ഭനായ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എൻ്റെ പ്രിയങ്കരനായ പാർലമെൻറ്റ് സഹപ്രവർത്തകൻ ജനാബ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജനാബ് KPM മജീദ് സാഹിബ്, മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി ഡെപ്യൂട്ടി നേതാവ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സഹകാര്യദർശി കൂടിയായ ജനാബ് അബ്ദുൽ സമദ് സമദാനി സാഹിബ്, ഇവിടെ സന്നിധിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളായ MLA-മാരെ, മന്ത്രിമാരെ, സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ മഹാസമ്മേളനം ഞാൻ ഇത് മാത്രമല്ല ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ നിങ്ങളിവിടെ യോഗം ചേരുമ്പോൾ ഈ മണ്ണ് വാരി എറിഞ്ഞാൽ നിലത്ത് വീഴാത്ത അത്രയും വലിയ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വാക്കുകൾക്ക് വേണ്ടി പരതുകയാണ്. നിങ്ങളുടെ ആവേശത്തോടൊപ്പം എനിക്കും ആവേശമുണ്ട്, നിങ്ങളുടെ വികാരത്തോടൊപ്പം എനിക്കും വികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ പ്രസംഗം ചെയ്ത് മറ്റുള്ളവരുടെ പ്രസംഗത്തിൻ്റെ സമയം അവഹരിക്കുന്നില്ല. എല്ലാവർക്കും ഇവിടെ പ്രസംഗിക്കാൻ ധാരാളമുണ്ട്, ആവുന്നത്ര പറയുകയും ചെയ്യണം. ഇവിടെ യോഗം തുടങ്ങിയത് തന്നെ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തുമുള്ള ആ നയം ഒന്നുകൂടി പ്രകടമാക്കിക്കൊണ്ടാണ്. അതെന്താ? ഒരിക്കലും ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരല്ല, ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ്. സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രബല ശക്തികളുള്ള രാഷ്ട്രീയ സംഘടനകളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഈ പ്രമേയം പ്രസംഗം വേദി തുടങ്ങുന്നത് തന്നെ നിർഭാഗ്യകരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അപലപിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായി ജനാധിപത്യ മുന്നണിയിൽ എല്ലാവരും കരുതുന്ന ശ്രീ ചന്ദ്രശേഖരനെ വധിച്ച അതിലുള്ള പ്രതിഷേധവും അതിലുള്ള അമർഷവും പ്രകടിപ്പിക്കുക. നമ്മുടെ പൊന്നു സഹോദരനായിരുന്ന ശുക്കൂറിനെ വധിച്ച അതേ നിലയിലുള്ള വധം നടന്നപ്പോൾ അതിൻ്റെ വേദന അനുഭവിച്ച ഞങ്ങൾക്ക് ഈ ചന്ദ്രശേഖരൻ്റെ വധത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ ശരിക്കും അറിയാം. അവരോടുള്ള സഹതാപവും അവരോടുള്ള അനുശോചനവുമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രസംഗിച്ചു, സാദിഖ് അലി തങ്ങൾ ഇവിടെ പ്രസംഗിച്ചു, എൻ്റെ സഹപ്രവർത്തകരായ തമിഴ്നാട്ടിലെ അബൂബക്കർ സാഹിബ് ഇവിടെ പ്രസംഗിച്ചു. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് മുസ്ലിം ലീഗ് എന്നത് ഇന്നലെ പെയ്ത മയത്ത് ഇന്ന് വന്ന തബളക പോലെയുള്ള പാർട്ടിയല്ല. വളരെ കാലമായി ഞങ്ങളുടെ അഭിവന്ദരായ നേതാക്കന്മാർ വളർത്തെടുത്ത ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ ചരിത്രം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഈ ജില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗമാണ്. അതാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളാണ് മുമ്പും. ഇന്നിപ്പോൾ ഭരണകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 2 പ്രതിനിധികളെ പാർലമെന്റിൽ അയച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അടരാനായി അവരെ അയച്ചത് ഈ ജില്ലയാണ്. ഈ ജില്ലയിൽ നിന്നാണ് മുസ്ലിം ലീഗിന്റെ പേരും പെരുമയും ശബ്ദവുമല്ല
ഇന്ത്യ മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്നത് അവരുടെ പ്രതിനിധികളായ നിങ്ങളുടെ ഈ മുസ്ലിം ലീഗ് സംഘടനയ്ക്ക് വേണ്ടി, ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ആ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. കേരളത്തിലെ എല്ലാ വിഭാഗക്കാരും തലകുലുക്കി സമ്മതിച്ചതാണ്. അതെന്താ? രാഷ്ട്രീയ സത്യസന്ധത. ഞങ്ങൾ രാഷ്ട്രീയമായി ആരുടെയെങ്കിലും കൂടെ ചേർന്നാൽ ഒരിക്കലും അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല. ഞങ്ങൾ രാഷ്ട്രീയമായ സത്യസന്ധത കാണിക്കും. അതുകൊണ്ടാണ് മറ്റ് സമൂഹം, എല്ലാ സമൂഹവും മുസ്ലിം ലീഗിനെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ സത്യസന്ധത മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ ഒരു സ്വത്താണ്. അതുപോലെ തന്നെയാണ് സമചിത്തതയും. ഇന്ന് വളരെ സന്തോഷത്തോടെ എനിക്ക് തോന്നി, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ നേതാവ് സഖാ പിണറായി വിജയൻ, ഞാൻ ആരെയും എഴുതി പറയാറില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ബോധപൂർവമാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം മുസ്ലിം ലീഗിന് തീവ്രവാദമുണ്ടെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? മുസ്ലിങ്ങളെ തീവ്രവാദികളെല്ലാം ചികഞ്ഞെടുത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ എതിർത്ത പിണറായി വിജയൻ മുസ്ലിം ലീഗിനാണോ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഞങ്ങൾ എന്നും തീവ്രവാദത്തിനെതിരാണ്. ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെപ്പോലെ ഈ തീവ്രവാദത്തിന് അടിപ്പെടാതെ അതിനെ എതിർത്തുന്ന, അതിനെ ശക്തിയായി എതിർത്തുന്ന ഒരു ശക്തി ദുർഗമാണ് മതേതരത്വത്തിന്റെ ശക്തി ദുർഗം, മതസൗഹാർദ്ദത്തിന്റെ ശക്തി ദുർഗം, മതമൈത്രിയുടെ ശക്തി ദുർഗം. അതാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ പറ്റി പറയാൻ ശ്രീ സഖാ പിണറായി വിജയൻ ഇത്രയും വലിയ പാടുകൾ നടത്താനില്ലായിരുന്നു. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ചരിത്രമെടുത്ത് നോക്കുക. കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലമുള്ള മുസ്ലിം ലീഗിന്റെ ചരിത്രം. മുസ്ലിം ലീഗ് 2004 മാത്രമാണ് കേന്ദ്രത്തിലെ അധികാരത്തിൽ സഹകക്ഷിയായത്. അതുവരെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു, അതുവരെ ഞങ്ങൾ എതിർപക്ഷത്തെ പ്രവർത്തിച്ച ആളായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള 6 പതിറ്റാണ്ട് കാലത്തെ ലീഗിന്റെ ചരിത്രം നോക്കിയാൽ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരൻ തിരുവോണമോ രാജ്യദ്രോഹമോ ദേശവിരുദ്ധമോ ചെയ്തായി ധരിക്കാൻ പിണറായി വിജയന് സാധിക്കുമോ എന്ന് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. കഴിയുകയില്ല, സാധ്യമല്ല. ലീഗിന്റെ ചരിത്രം ഒരു തുറന്നു വെച്ച പുസ്തകമാണ്. എവിടെയും നിങ്ങൾക്കത് വായിക്കാം, എവിടെയും നിങ്ങൾക്ക് നോക്കാം. ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തളർത്താൻ ആരും നോക്കേണ്ട. ഞങ്ങൾ തളരുന്ന കൂട്ടല്ല, ഞങ്ങൾ ഇതിനെല്ലാം അതിജീവിക്കുന്നവരാണ്. സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, മതമൈത്രിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, ജനാധിപത്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ലീഗിനെ എതിർക്കുന്നവരോട് എൻ്റെ ഈ പ്രസംഗം തീർക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് മാത്രം ഞാൻ പറയുന്നു. ഉപ്പൂപ്പൻ തായ് പോലെ ആരെങ്കിലും ഊതിയാൽ പറന്നു പോകുന്ന സംഘടന എല്ലാ മുസ്ലിം ലീഗ് അതിവിടെ നിലനിൽക്കും, അതിവിടെ ശക്തിപ്പെടും. ഈ കാണുന്ന 10,000-കണക്കായ ആളുകൾ ലീഗിനെ അവരുടെ എല്ലാം നൽകി നെഞ്ചിലേറ്റ് നടക്കുന്നവരാണെന്ന് അവർ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ സമാധാനം, മതസൗഹാർദ്ദം, മതമൈത്രി, ദേശീയമായ വികസനം, സമുദായത്തിന്റെ വികസനം, ഈ ലക്ഷ്യങ്ങളുമായി പോകുന്ന മുസ്ലിം ലീഗിന് കരുത്തു പകരുന്ന മലപ്പുറം ജില്ലയിലെ എൻ്റെ സഹപ്രവർത്തകന്മാർക്ക് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്ന, മുസ്ലിം സംഘടന പ്രതിദാനം ചെയ്യുന്ന എല്ലാവരുടെയും ആദരവുകൾ ഇതാ ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അടുത്തതായി പ്രിയപ്പെട്ട നമ്മുടെ സദസ്സ് വളരെയേറെ കാത്തുകൊണ്ടിരിക്കുന്ന ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ചു. പ്രിയങ്കരനായ ബഹുമാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ, നമ്മളുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് സാഹിബ്,
ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ സഹപ്രവർത്തകരായ പാർട്ടി ഭാരവാഹികൾ, അതുപോലെ മന്ത്രിമാർ, പ്രിയങ്കരായ MLA മാർ, അസംബ്ലി പാർട്ടി ഭാരവാഹികൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും, എല്ലാ സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ നമ്മുടെ സമ്മേളനം എന്ത് ഉദ്ദേശിച്ച് നടത്തിയോ അത് നമുക്ക് മുതലായിരിക്കുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരു ഗ്രീൻ കാർഡ് പരേഡ് നടത്തി അവരെ ഇതിനകത്ത് കുടിയിരുത്താൻ പറ്റാത്തതിൽ, കൊണ്ടിരുത്താൻ കഴിയാത്തതിൽ ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അമീദിനും ഒക്കെ വളരെ സങ്കടമുണ്ട്. എനിക്കവരോട് പറയാനുള്ളത്, ആനക്കുട്ടിക്കെന്തിനാ കുടമണി എന്ന് പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന് ശക്തി പ്രകടനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ശക്തി പ്രകടനം നടന്നിരിക്കുന്നു. ആ പ്രകടനത്തെ ഉൾക്കൊണ്ട് ഇവിടെ ഇരുത്താൻ കഴിയാത്തത് നമ്മുടെ കുറ്റമല്ല. ഞാൻ പല പ്രാവശ്യം ജില്ലാ കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു, നമുക്ക് ഏതാ പറ്റിയ ഗ്രൗണ്ട്. ഇത് അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല. അങ്ങനെ ഒന്ന് ഇപ്പോൾ മലപ്പുറം ജില്ലയിലില്ല. പണ്ട് സമ്മേളനം നടത്തിയത് കോട്ടക്കുന്നിലാണ്. കോട്ടക്കുന്ന് ഇപ്പോൾ വേറെന്തൊക്കെയോ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയില്ല. അപ്പം ശരിക്കില്ല. ഇവിടെ CPM-നോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിനൊക്കെ നടത്താം. ലീഗിന് പറ്റൂല. ലീഗിന് ഇവിടെ ഒരു സമ്മേളനം വലിയ പ്രയാസം. അതാ ഇന്നിപ്പോൾ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഗ്രൗണ്ട് അങ്ങ് ഫുള്ളായി. ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവരധ്വാനം. ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഇറങ്ങി നോക്കിയിരുന്നു അവരുടെ പരിശീലനം. അവർ ഈ മഞ്ചേരി നഗരിയിൽ പ്രകടനം നടത്തി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അത് വലിയ സങ്കടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവർ മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ ഭടന്മാരാണ്. അവരുടെ ഉദ്യമം, അവരുടെ ലക്ഷ്യം അവർ നിറവേറ്റിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ വേദിയിലിരുന്ന് സദസ്സിലേക്ക് നോക്കി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. സമദാനിയോടും KN ഖാദറിനോടുമൊക്കെ ഇങ്ങനെ മാറി മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സദസ്സ് നിറയെ ഭാവി തലമുറയാണ്, യുവാക്കളാണ് സദസ്സ് നിറയെ. മുസ്ലിം ലീഗിൻ്റെ ഭാവി ഗ്യാരണ്ടി ചെറുപ്പക്കാരി സംഘടനയുടെ കൂടെയുണ്ട്. അതുകൊണ്ടത് ഗ്യാരണ്ടിയാണ്. ഇനി വേദിയിലേക്ക് നോക്കിയാലോ അതും മോശമല്ല. 10 മിനിറ്റ് സമയം കൊടുത്താൽ ആളുകളെ ത്രസിപ്പിച്ച് ഒരുപക്ഷെ എതിരാളികളുടെ വിമർശനങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞ് തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന ചുണക്കുട്ടികൾ ഈ വേദിയിൽ ഏറെയുണ്ട്. MSF-കാരുണ്ട്, യൂത്ത് ലീഗുകാരുണ്ട്, ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരിരിക്കുന്നുണ്ട്. ഇനിയുമുണ്ടൊരു പട ഇറക്കണമെങ്കിൽ വനിതാ ലീഗ് അവർ പലപ്പോഴും ഇറങ്ങി പടവെട്ടിയിട്ടുണ്ട്. ഒരിക്കലും ഇവിടെ സമദാനി ഗുരുവായൂരിൽ മത്സരിച്ചപ്പോൾ നമ്മുടെ എതിരാളികൾ CPM ഒരടവെടുത്തു. കടപ്പുറത്തൊക്കെ പോയി പിത്തനുണ്ടാക്കുക. നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരുടെ അടുക്കൽ ചെന്ന് ഒരു തരം പാഷാണം ബർക്കിയുടെ പരിപാടി. അവിടെ ചെന്ന് വളരെ സഹതാപം ഉണ്ടാക്കുക സ്ത്രീകളോട്. എന്താ ചെയ്തതെന്നിപ്പോൾ ഞാനിപ്പോൾ പല കാരണങ്ങളാൽ പറയുന്നില്ല. അവിടെ ചെന്ന് ഗുരുവായൂർ കടപ്പുറത്തൊക്കെ അന്ന് ഈ സ്ത്രീകളെ വഴിതെറ്റിച്ചപ്പോഴാണ് മുസ്ലിം ലീഗ് അതിൻ്റെ വനിതാ ലീഗ് നേതാക്കന്മാരെ അവിടെ ഇറക്കി നമ്മുടെ സഹോദരിമാരുടെ ഇടയിൽ
മുസ്ലിം ലീഗിന്റെ ലക്ഷ്യവും തീവ്രവാദത്തിലേക്ക് പോയാലുള്ള നാശവും ആദ്യമായി പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒന്നിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സമദാനി ഗുരുവായൂരിൽ മത്സരിച്ചപ്പോൾ ആ സമയം ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ. ബാബരി മസ്ജിദ് തകർച്ചതിന് ശേഷമുള്ള ചാർജ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, വളരെ ഇങ്ങനെ കത്തി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിറയെ പെട്രോളാണ്, ഗ്യാസാണ്. ഒരു തീപ്പെട്ടി കൊള്ളി ഒരതിട്ട് കൊടുത്താൽ മതി, കത്തും. അങ്ങനത്തെ അന്തരീക്ഷത്തിൽ കത്തിക്കാൻ നോക്കിയവരാണ് ഇപ്പൊ നമ്മളെ തീവ്രവാദത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, അന്ന് ആ സാഹചര്യം മുതലാക്കാൻ നോക്കിയ CPM ഇടതുപക്ഷം എന്തൊരു നാണക്കേടാണത്. രാജ്യം കത്താൻ പോയപ്പോ പുര കത്തുമ്പോ അതിൽ നിന്ന് കഴുക്കോലൂരുന്നവനാണ് ഇവിടെ വന്ന് ലീഗിനെ തീവ്രവാദം പറഞ്ഞ് ഇപ്പൊ 21-ാം നൂറ്റാണ്ടിന്റെ ഈ മധ്യത്തിൽ വെച്ച് ഉപദേശിക്കുന്നത്. അന്ന് ഈ വനിതാ ലീഗുകാർ ഇറങ്ങി അവിടെ ക്യാമ്പയിൻ ചെയ്തു. ഒരൊറ്റ സഹോദരിയെ മിസ്ലീഡ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ചരിത്രത്തിൽ എന്തെല്ലാം ഇവിടെ കണ്ടിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ വന്ന് മത്സരിച്ചു. തിരുരങ്ങാടിയിൽ ഇന്ന് ജാതിയെക്കുറിച്ചേറെ ഇവിടെ പ്രസംഗിക്കുന്നു. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ വേണ്ടി വർഗീയത പറയാൻ ചിലർ ധൈര്യപ്പെടുന്നു. നിങ്ങൾക്കെങ്ങനെ നാവ് പൊങ്ങുന്നു? ആരായാലും മീഡിയയിലും മറ്റുമൊക്കെ നിറഞ്ഞു നിന്നിങ്ങനെ പറയാൻ നിങ്ങൾക്കൊന്നും ചരിത്രം അറിഞ്ഞൂടാ. സ്വന്തം സ്ഥാനാർത്ഥിയുടെ ആന്റണിയുടെ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിരോധ മന്ത്രി, കേരളത്തിന് തന്നെ അഭിമാനമായി ഡൽഹിയിലിരിക്കുന്ന ശ്രീമാൻ AK ആന്റണി മലപ്പുറം ജില്ലയിൽ വന്ന് മത്സരിച്ചപ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് പറഞ്ഞു, എല്ലാ വോട്ടും ആന്റണിക്ക്. ആരും ജാതി ചോദിച്ചില്ല, ആരും മതം ചോദിച്ചില്ല. 26,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ആർക്കെങ്കിലും ഇന്നും കേരളത്തിൽ ധൈര്യം ഉണ്ടാവും അങ്ങനത്തെ ഒരു പണിയ? എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവോ? ഈ കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഈ ഉസിര് പറയുന്ന മാർക്സിസ്റ്റുകാർക്കൊക്കെ അവർക്ക് മുട്ട് വിറക്കും അങ്ങനെ ഒരു പണി ചെയ്യാൻ. അങ്ങനെ ഒരു മതവും മതജാതിയും ചോദിക്കാതെ മഹാസാഹിബിന് കിട്ടിയിട്ടില്ല, കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് അത്ര ഭൂരിപക്ഷം, അത്ര വലിയ ഭൂരിപക്ഷത്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചത്. ഞങ്ങളെ മതേതരത്വം ടെസ്റ്റ് ചെയ്യാൻ ആരും വരണ്ട, കൈ പൊള്ളേ ഉള്ളൂ, കൈ പൊള്ളുക മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മതേതരത്വം വളരെ ശക്തമാണ്, ഉറപ്പുള്ളതാണ്, ഈടുറ്റതാണ്. അത് ടെസ്റ്റ് ചെയ്യണ്ട. കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലം ഞാനിന്ന് കോഴിക്കോട് ശ്രീ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈട്ടിയുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു, എല്ലാ നേതാക്കന്മാരുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റെല്ലാവരും ഉണ്ടായിരുന്നു, ശ്രീ വീരേന്ദ്രകുമാറും. ആ സമയത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തു. അന്നാണ്, അതിന്റെ തൊട്ട് മുമ്പാണ് ഈ ചന്ദ്രശേഖരൻ CPM-ൽ നിന്ന് പുറത്തിയാടുന്നത്. അവിടുത്തെ രാഷ്ട്രീയാകെ മാറി. കണ്ണൂർ തോറ്റു തൊപ്പിയിട്ടു. വടകര പോയി. ഏതാ വടകര? വടകര പാർലമെന്റ് മണ്ഡലം അവർക്ക് പോയി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു വന്നു. കോഴിക്കോട് പോയി, ഒക്കെ പോയി. അന്ന് മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് അതായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം. ശ്രീ വീരേന്ദ്രകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, രമേശ് ചെന്നിത്തല പറയായിരുന്നു. അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു, അന്നത്തെ കേരളത്തിലെ സംസാരം മുസ്ലിം ലീഗ്, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമാണ് മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത്. കാരണം എന്താ? അതൊരു ഗ്യാരണ്ടിയാണ്, അതൊരു തടയാണ്. തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോവാൻ എന്താ ശ്രമം നടന്നത്? ന്യൂനപക്ഷത്തെ വർഗീയമായി സംഘടിപ്പിക്കാൻ വേണ്ടി എന്താ ഇവിടെ ശ്രമം നടന്നത്? അത് കുറച്ചു കാണുകയാണോ? ഈ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും അത് പഠിക്കണം. കൂട്ടത്തോടെ വലിയ ശ്രമം എന്ന ഈ പുരോഗമനാശയം പറയുന്ന വലിയ ജാതിയും മതമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന, എന്നാൽ കിട്ടിയാൽ ജാതിയും മതമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന്
സ്റ്റേജ് കെട്ടിക്കൊടുക്കുക ചെയ്തത് ആ പറഞ്ഞ ആളുകൾക്ക്. ഞങ്ങൾ അന്ന് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പൊന്നാനിയിൽ കൊണ്ടുവന്ന് ET മുഹമ്മദ് ബഷീർ മത്സരിച്ചപ്പോ അവിടെ കാണിച്ചു കൂട്ടിയ നാടകം നമ്മളൊക്കെ കണ്ടതാണ്. പൊന്നാനി ആകെ കേരളത്തിലൊരു പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കണുള്ളൂ എന്ന് തോന്നും. പൊന്നാനിയിൽ വേറെ എവിടെയും തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത മാതിരി പൊന്നാനി മാത്രം ചർച്ച. വാർത്താ മാധ്യമങ്ങളൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയില്ലേ, ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ലീഗ് എന്താവും, ലീഗില്ലാത്ത പാർലമെന്റ് ഇതാ വരാൻ പോണു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കുട്ടികൾ ചെയ്തത് പൊന്നാനിയിൽ ആ തീവ്രവാദ ശക്തികളും അതുപോലെ തന്നെ എല്ലാവിധ യാഥാസ്ഥിക ശക്തികളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടും ഞങ്ങളെ തൊടാൻ കഴിയൂല എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, കണ്ണൂരും അതുപോലെ തന്നെ വടകരയിലും കോഴിക്കോടും തറവറ്റിച്ചു. അത് കഴിഞ്ഞ് കേരളത്തിൽ വന്നൊരു രാഷ്ട്രീയ ചർച്ച ഉണ്ട്. ആ രാഷ്ട്രീയ ചർച്ച എന്താണെന്നറിയോ? ആ രാഷ്ട്രീയ ചർച്ച ഇവിടെ മുസ്ലിം ലീഗ് വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് പറഞ്ഞത് ഞങ്ങളല്ല, ന്യൂനപക്ഷ സമുദായക്കാരല്ല. മുസ്ലിം ലീഗിൽ അല്പം ന്യൂനപക്ഷ സമുദായക്കാരുണ്ട്, ഞങ്ങളെ തുറന്ന് സമ്മതിക്കുന്നു. എന്നാ CPM-ലില്ലേ ചില പ്രത്യേക സമുദായങ്ങൾ ഒരുപക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കൂടുതലുണ്ട് എന്നുള്ളതല്ല നയ നോക്കേണ്ടത്. ഞങ്ങളുടെ നയപരിപാടിയിൽ എവിടെയാണ് വർഗീയത, എവിടെയാണ് വിഭാഗീയത, എവിടെയാണ് ഞങ്ങളെ ചെയ്തികളിൽ വിഭാഗീയത? ഇവിടുത്തെ ബഹുജന സമൂഹം മുഴുവൻ പറഞ്ഞു ലീഗില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ, കേരളത്തിലെ ലീഗ് ഉള്ളതാണ് ഇവിടെ തീവ്രവാദത്തിലേക്ക് ഒഴുക്കില്ലാത്തത്, ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വർഗീയത ഇല്ലാത്തത് എന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിരുന്നു. ശ്രീ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അവിടെ ഇങ്ങനെ വിചിത്രമായി ഞങ്ങളൊക്കെ അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളുടെ വൈവിധ്യം കൂടുകയായിരുന്നു. വിചിത്രമായ തരത്തിലാണ് പിന്നീട് ഞങ്ങൾ അവിടെ നേതാക്കന്മാരെ കണ്ടത്. ഞാൻ വലത്തോട്ട് നോക്കുമ്പോൾ അവിടെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുണ്ട്, ഇടത്തോട്ട് നോക്കുമ്പോൾ ഞാൻ തന്നെ എനിക്ക് തന്നെ വിശ്വസിക്കേണ്ട ശ്രീ അച്യുതാനന്ദൻ നിൽക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം എന്തുകൊണ്ടാണ് വന്നതെന്ന് ഇപ്പൊ തൽക്കാലം ഞങ്ങൾ അന്വേഷിക്കണില്ല. പിണറായി വിജയന്റെ ഒരു വിശദീകരണം കണ്ടു. മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് പോന്നു, മന്ത്രിമാരൊക്കെ കൂട്ടത്തോടെ പോയി. അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവും പോണ്ടേ എന്ന് കരുതി പോയതാണ് എന്ന്. അത് അതുകൊണ്ട് തന്നെയാണോ എന്നുള്ളത് കേരളത്തിലെ ഒരു കുട്ടിക്കും എല്ലാവർക്കും അറിയാം. അതെന്തോ ആവട്ടെ, അവരാഭ്യന്തര കാര്യം. മനുഷ്യനോട് എന്ത് തരം കളവും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള പ്രത്യേകമായ കഴിവ് CPM-നുണ്ട്. ഞാൻ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും മലപ്പുറം ഭാരവാഹികൾക്കും 1000 അഭിനന്ദനങ്ങൾ നിങ്ങൾക്കും, ഈ സമ്മേളനം വിജയിപ്പിച്ചതിന് നിങ്ങൾക്കും എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Freedom. Freedom to feel. Freedom to sense. Freedom to love. Freedom to live your life healthy. Serving you with real medical experts since 1999. Jeddah, Sharafia, Industrial City, Al-Izia. ഉംറ സേവന രംഗത്ത് വിശ്വസ്തയുടെ കരുത്തുമായി ക്രസന്റ് ഉംറ സർവീസ്, ഇൻഡോ അറബ് ട്രാവൽസ്, സുന്നി മഹൽ ബിൽഡിംഗ്, മലപ്പുറം. മുസ്ലിം ലീഗ് സംസ്ഥാന
സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ സാഹിബിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, നമ്മുടെ എല്ലാം അഭിവന്ദ്യനായ നേതാവ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ, മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അഖിലേന്ത്യാ സെക്രട്ടറി സമദാനി സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാർ, MLA മാർ, മറ്റ് നേതാക്കളെ, സഹോദരന്മാർ, അൽഹംദുലില്ലാ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു ഇതിഹാസമായി മാറുന്ന സമ്മേളനം ഇത്ര ഭംഗിയായി ഇവിടെ നടത്തിയ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ, അതിൻ്റെ നേതാക്കന്മാരെ, തങ്ങളെയും ഹമീദ് സാഹിബിനെയും മറ്റെല്ലാവരെയും ഹാർദവമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ നേതാക്കളെല്ലാം നിങ്ങളോട് സംസാരിച്ചു പോരാത്തതിന് മറ്റ് നേതാക്കന്മാരെല്ലാം സംസാരിക്കാനിരിക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് നേരെ വിമർശനങ്ങൾ നടത്തുന്നത് പലർക്കും ഒരു ക്രൂര വിനോദമാണ്. ഇവരെല്ലാം വിചാരിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു സാധു പാർട്ടിയാണെന്നാണ്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ലീഗിനൊന്ന് പ്രഹരിക്കുക എന്നത് ഇവിടെ പലർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചിലർ വിചാരിക്കുന്നത് പോകുന്നവർക്കെല്ലാം വെറുതെ ഒന്ന് കുട്ടിപ്പോകാനുള്ള ചെണ്ടയാണ്, വയലിൽ കിടക്കുന്ന ചെണ്ടയാണ് ഇരിക്കുന്നതാണ്. മറ്റ് ചിലർ വിചാരിക്കുന്നത് തങ്ങളുടെ എല്ലാ പാപഭാരവും ഇറക്കി വെക്കാനുള്ള അത്താണി ലീഗാണെന്നാണ്. ഇവർക്കെല്ലാം തെറ്റുപറ്റിയിരിക്കുന്നു. മുസ്ലിം ലീഗ് അങ്ങനെയല്ല. മുസ്ലിം ലീഗിന് എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആരെന്ത് ഇഷ്ടംപോലെ അങ്ങ് പറഞ്ഞു നടന്നാൽ ഓരോ പറച്ചിലിനും ഞങ്ങൾ വർത്തമാനം പറയില്ല. പറയേണ്ട കാര്യത്തിന് ഞങ്ങൾ പറയും. അള്ളാഹുവിനെ പേടിക്കും. പടപ്പുകൾ ആരായാലും അവരെ പേടിക്കുന്ന പ്രശ്നമേയില്ല. പ്രശ്നങ്ങളോട് ലീഗിന് വ്യക്തമായ കാഴ്ചപ്പാടും. ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു, ലീഗ് ഇവിടെ എന്ത് നല്ല കാര്യം ചെയ്താലും അത് ചിലർക്ക് ചീത്ത കാര്യമാണ്. ഇവിടെ കുഞ്ഞാലി സാഹിബ് പറഞ്ഞു, കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷെ അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഇവിടെ പലർക്കും ഇല്ല. അവരുടെ സങ്കല്പത്തിൽ ലീഗ് വർഗീയമേ ചെയ്യുമെന്നാണ്. പക്ഷെ ഒരു വസ്തുതയുണ്ട്, ഇവിടെ ലീഗിൻ്റെ പേരിൽ വർഗീയത ആരോപിക്കുന്നവരാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ. ഓരോ സംഭവം തലനാരിഴ കയറി നിങ്ങൾ വിശകലനം ചെയ്താലും അവരുടെ ആ മനോഭാവം മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ലീഗ് ഇപ്പോൾ ന്യായമായ കാര്യം പറഞ്ഞാൽ ഉടനെ എന്തായി? ലീഗ് അങ്ങനെ പറയാൻ പാടുണ്ടോ? ലീഗ് അവകാശം ചോദിക്കാൻ പാടുണ്ടോ? അതൊരു അപരാധമായി സമുദായ സമതുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന സംഗതിയായി ചിലർ വ്യാഖ്യാനിക്കും. അപ്പം ലീഗ് എന്താണ് വേണ്ടത്? ലീഗ് നിങ്ങളൊക്കെ തരുന്ന ദയാദാക്ഷിണ്യം വാങ്ങിച്ച് അങ്ങ് കഴിഞ്ഞുകൂടണമെന്നാണോ? എങ്കിലത് നടപ്പില്ല. മുസ്ലിം ലീഗ് ന്യായമായൊരു കാര്യം ചോദിച്ചാൽ അത് അപകടം. ചിലരൊക്കെ എഴുതുന്ന കണ്ടാൽ തോന്നും ഞങ്ങൾക്ക് നാവ് പൊന്തിക്കാനും പാടില്ലെന്ന്. ഈ 5ാം മന്ത്രി കിട്ടിയ അന്ന് ഇവിടെ നമ്മുടെ സുമാത്ര ദ്വീപിൽ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. 4.5 മറ്റാൾ രേഖപ്പെടുത്തിയത്. ഞാൻ വിചാരിച്ചു ഈ 5ാം മന്ത്രി സ്ഥാനം കിട്ടിയത് പ്രകൃതി പോലും കോപിച്ചിരിക്കുന്നുവെന്ന് ഏതെങ്കിലും പത്രം എഴുതി കളയുമോ എന്ന്. എന്തിനാണ് ഈ വയ്യാവേലിയൊക്കെ? ലീഗ് നന്മയ്ക്ക് വേണ്ടിയേ നിന്നിട്ടുള്ളൂ. ലീഗ് ആരെയും ദ്രോഹിച്ചിട്ടില്ല,
ലീഗ് ഒരു അക്രമ രാഷ്ട്രീയം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കുഞ്ഞാൽ സാഹിബിനോടും തങ്ങളോടുമൊക്കെ ഒപ്പം ചന്ദ്രശേഖരൻ്റെ മൃതശരീരം കണ്ടുകൊണ്ട് ഞാൻ പോരുകയാണ്. നിങ്ങളൊക്കെ TV കണ്ടിട്ടുണ്ടാവും. സത്യം നിങ്ങളോട് പറഞ്ഞാൽ ഒരു ലോലഹൃദയനായ എൻ്റെ മനസ്സിൽ എത്രയോ ദിവസം ചന്ദ്രശേഖരൻ്റെ മുഖം മാഞ്ഞു പോകില്ല. ഒരു മൃതശരീരത്തെ ഇത്രയും ക്രൂരമാക്കാമോ എന്ന ചോദ്യം ഉറക്കത്തിലും ഉണർവിലും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്ന CPIമാരോട്, മനുഷ്യന് ദാഹിക്കുമ്പോൾ പച്ചവെള്ളം കുടിക്കാൻ കഴിയും, എന്നാൽ തങ്ങളുടെ ദാഹം മാറ്റാൻ ചോര മാത്രമേ പറ്റുകയുള്ളൂ എന്ന നിങ്ങളുടെ സിദ്ധാന്തത്തിന് അറുതി വരുത്തുന്നത് എന്ത് എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു പാർട്ടിയാണ്. പാർട്ടി ഫംഗ്ഷൻ നടത്താൻ ഈവന്റ് മാനേജ്മെന്റിനെയും പാർട്ടി നയപരിപാടി നടപ്പിലാക്കാൻ കൊട്ടേഷൻ സംഘത്തെയും ഏർപ്പിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്കെതിരായി ജനമനസാക്ഷി ഉയരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മുസ്ലിം ലീഗ് നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. ആരുമായും കുഴപ്പത്തിനില്ല, ആരുമായും വഴക്കിനില്ല. എല്ലാ വിമർശനങ്ങളെയും ഏറ്റുവാങ്ങുന്നതിലും ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളെ വിമർശിക്കുന്നതിൽ ഞങ്ങൾക്ക് അലോരസമില്ല. പക്ഷേ ഒരുപാട് കാലമായി വിമർശിച്ചിട്ടും ഫലം കിട്ടാതെ വായ്ത്തല മടങ്ങിപ്പോയ ആയുധങ്ങളുമായി നിങ്ങൾ എന്തിന് വീണ്ടും ഇറങ്ങിപ്പുറപ്പെടുന്നു എന്ന് മാത്രമേ ഞങ്ങളുടെ എതിരാളികളോട് ഞങ്ങൾ ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച നന്മ, ആ നന്മയുടെ പ്രചാരകന്മാരായി, ആ നന്മയുടെ പ്രബോധകന്മാരായി പ്രവർത്തിച്ച നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് ഒട്ടേറെ പ്രാസംഗികമാരിവിടെ നമ്മുടെ അഭിസംബോധന ചെയ്യാനുണ്ട്. സമദാനി സാഹിബുണ്ട്, നമ്മുടെ മന്ത്രിമാരുണ്ട്, ഷാജിയുണ്ട്, സിദ്ദീഖ് അലിയുണ്ട്. അതിനു മുമ്പായി ആദരണീയനായ KPA മജീദ് സാഹിബ് നമ്മൾ സംസാരിക്കും. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ അധ്യക്ഷൻ, ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അഭിവന്ദനായ സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട നിയമസഭാ പാർട്ടി ലീഡർ കുഞ്ഞാലൂട്ടി സാഹിബ്, പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സമദാനി സാഹിബ്, നിയമസഭാ സാമാജികന്മാരെ, മന്ത്രിമാരെ, മറ്റു പോഷകഘടക നേതാക്കന്മാരെ, ജില്ലാ ഭാരവാഹികളെ, അസ്സലാമു അലൈക്കും. ഇവിടെ നമ്മുടെ ഗ്രീൻ കാർഡ് മാർച്ച് ഇപ്പോഴും നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രൗണ്ടിൽ ആവശ്യമായ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇനിയും ധാരാളം വളണ്ടിയേഴ്സ് ഇവിടെ എത്തിച്ചേരാനുള്ളത് കൊണ്ട് നേരത്തെ യോഗം തുടങ്ങേണ്ടി വന്നതാണ്. ഇവിടെ ഈ സന്ദർഭത്തിൽ ഞാൻ എന്നെ വിളിച്ചതുകൊണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്യുക എന്നേ ഉള്ളൂ. ഇന്നലെ ഇതേ വേദിയിൽ വെച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നാണെങ്കിൽ ധാരാളം ആളുകൾ എനിക്ക് പിന്നിൽ പ്രസംഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കാര്യമായി ഒന്നും പറയുന്നില്ല. ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി നിരന്തരമായി കേരളത്തിൻ്റെ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന വളരെ കാടത്തമായിട്ടുള്ള, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തിട്ടുള്ള ഈ ഉന്മൂല സിദ്ധാന്തം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി, ഈ ഫാസിസ്റ്റ് പ്രവണതക്കെതിരായി എല്ലാവരും ഐക്യത്തോടു കൂടി നിന്ന് മുസ്ലിം ലീഗിലെ ഓരോ പാർട്ടി പ്രവർത്തകന്മാരും ഇനി നമ്മുടെ കേരളത്തിൽ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊരു സംഭവം ഷുക്കൂറിനുള്ളതുപോലെ, ചന്ദ്രശേഖരനുള്ളതുപോലെ ഒരു സംഭവം കേരളത്തിൽ ആവർത്തികരിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ കാപാലികന്മാർക്കെതിരായി, ഈ രാക്ഷസീയ നടപടികൾക്കെതിരായി ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Freedom. Freedom to speak. Freedom to sense.
Freedom to love. Freedom to live your life healthy. Serving you with real medical experts since 1999. Jeddah, Sharafia, Industrial City, Al-Izia. ഉംറ സേവന രംഗത്ത് വിശ്വസ്തയുടെ കരുത്തുമായി ക്രസന്റ് ഉംറ സർവീസ്, ഇൻഡോ അറബ് ട്രാവൽസ്, സുന്നി മഹൽ ബിൽഡിംഗ്, മലപ്പുറം. KM ഷാജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്യരായ എൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ഇന്നത്തെ സന്ധ്യയുടെ ചുവപ്പിന് പ്രിയപ്പെട്ട സഖാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ നേതാവായി വന്ന ചന്ദ്രശേഖരൻ്റെ ചോര കൊണ്ട് കൂടുതൽ തുടുത്തതായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ MSF പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു DYFIക്കാരനായിട്ടുള്ള അദ്ദേഹവുമായി പലപ്പോഴും ഞാൻ വേദി പങ്കിട്ടിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു സംഘർഷമുണ്ടായപ്പോൾ വഴിമാറി നടന്നുപോയ ചന്ദ്രശേഖറുമായി പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് കാണാൻ പോലും, ധൈര്യപൂർവ്വം ഒന്ന് നോക്കാൻ പോലും മനസാക്ഷിയുള്ളവർക്ക് സാധിക്കാത്ത വണ്ണം വികൃതമാക്കിയ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമെന്ന് കാണുകയുണ്ടായി. സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഈ സമ്മേളനം. രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇങ്ങനെ കൊല്ലാനും വെട്ടാനും തിന്നാനും കക്കാനുമൊക്കെ ഉള്ളതാണെങ്കിൽ വരുന്ന തലമുറയിലേക്ക് നമുക്ക് എന്തു പ്രതീക്ഷയാണ് കൊടുക്കാനുണ്ടാവുക? രാഷ്ട്രീയത്തിനൊരു അന്തസത്ത ഉണ്ടാവേണ്ടതില്ലേ? ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കഴിഞ്ഞു പോയ വേദിയിൽ ദീർഘമായിട്ട് പറയുന്നില്ല. സഖാവ് പിണറായി വിജയനോട് കേരളത്തിൽ ചന്ദ്രശേഖരൻ്റെ ചോര കൊണ്ട് മലയാളി ലജ്ജിച്ചു പോയ ഇന്നത്തെ ദിവസം ഒരു വില്ലന്റെ റോളിൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട സഖാവ് പിണറായി വിജയനോട് കുറച്ച് ദിവസമായല്ലോ അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ 4ാമതും പാർട്ടിയുടെ സെക്രട്ടറി ആയതിൻ്റെ ധിക്കാരം സഖാവ് പിണറായി വിജയൻ തൻ്റെ പാർട്ടിയിലെ സഖാവ് അച്യുതാനന്ദനോട് കാണിച്ചാൽ മതി. ലീഗ് രാഷ്ട്രീയ പാർട്ടിയോടല്ല അദ്ദേഹം കാണിക്കേണ്ടത്. മാന്യമായി അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമേ ഞാൻ എൻ്റെ സന്ദർഭത്തെ ഉപയോഗിക്കുന്നുള്ളൂ. അദ്ദേഹം ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. ചില ആളുകൾ മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. എന്താ അതിന് ഇത്ര വലിയ കുഴപ്പം? മുസ്ലിം ലീഗ് എന്ന പേര് വെച്ച് 65 കൊല്ലം പ്രവർത്തിച്ച ഒരു സംഘടന സമുദായ സംഘടനയാണ് എന്ന് പിണറായി വിജയന് ബോധ്യമായത് 2012. ഞങ്ങൾ പേര് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ, കള്ളത്തരം കളിച്ചിട്ടൊന്നുമില്ലല്ലോ. പിണറായി വിജയന് കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയില്ല എന്ന് ഞാൻ പറയില്ല, ചരിത്രം അറിയില്ലെന്ന് പറഞ്ഞാലും അത് തെറ്റാണ്. പക്ഷെ അദ്ദേഹം അത് മനഃപൂർവ്വം മറക്കുകയാണ്. കേരളത്തിൻ്റെ ഈ കാണുന്ന പുരോഗതിയുടെ ഈ വർത്തമാനത്തിലെ മനോഹരമായ മുഖം കേരളത്തിൽ ഉണ്ടാക്കിയത് സാമുദായിക സംഘടനകളല്ലേ? അവർക്കതിൽ പങ്കില്ലേ? ആ സാമുദായിക സംഘടനകൾ കേരളക്കരയിൽ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ചിത്രം എന്താകുമായിരുന്നു? പിണറായി വിജയൻ പറയണം. NSS എന്ന് പറയുന്ന മന്നത്ത് പത്മനാഭൻ 960 മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ AICCയുടെ സെക്രട്ടറി പ്രസിഡന്റ് നീലം സജീവ റെഡ്ഡിക്ക് കത്തെഴുതിയത് മഹാനായ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ NSS ഉണ്ടാക്കിയില്ലേ? നായന്മാർക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചില്ലേ? അതുകൊണ്ട് കേരളത്തിന് വല്ല നഷ്ടമുണ്ടായോ? നായന്മാർ പുരോഗമിച്ചപ്പോ, നായന്മാർക്ക് വിദ്യാഭ്യാസം കിട്ടിയപ്പോ, നായന്മാർക്ക് സംസ്കാരത്തോടെ അഭിമാനത്തോടെ ഞാനൊരു നായരാനെന്ന് പറയാനുള്ള ആത്മബോധമുണ്ടായപ്പോ,
കേരളത്തിൽ നഷ്ടമായോ അത്? നായന്മാരുടെ പുരോഗതി മുസ്ലിങ്ങളുടെ നഷ്ടമാണോ? ഇവിടുത്തെ ഈഴവന്മാരുടെ നഷ്ടമാണോ? ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ നഷ്ടമാണോ? അല്ലല്ലോ. നായന്മാർ പുരോഗമിച്ചപ്പോ നായന്മാർ പ്രതിനിധീകരിക്കുന്ന കേരളത്തിന്റെ പാർട്ടും വിജയിച്ചു. മന്നത്ത് പത്മനാഭൻ വർഗീയവാദിയല്ല, പക്ഷെ സമുദായ സ്നേഹിയാണ്. അദ്ദേഹം പറന്നു വീണ സമുദായത്തെ ഇഷ്ടപ്പെട്ട ആളാണ്. ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ? ഈഴവന്മാർക്കൊരു ദൈവം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ശിവനെ സവർണന്മാർ മാത്രം ആരാധിച്ച പോരാ, ഈഴവന്മാർക്കും ഒരു ശിവൻ വേണം. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ശിവന്റെ പ്രതിഷ്ഠ നടത്തി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെയേ വരും, സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമെന്ന് പാടി മലയാള മണ്ണിനെ മഹിതമാക്കിയ ഗുരുദേവൻ അദ്ദേഹം വർഗീയവാദിയാണോ? പക്ഷെ അദ്ദേഹം താൻ പറന്നു വീണ സമുദായത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഈഴവന്മാർക്ക് വേണ്ടി പൊരുതി. SNDP ഉണ്ടാക്കി, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അവർക്ക് അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി സൂക്ഷിക്കാൻ കഴിഞ്ഞു. മഹാനായ ഗുരുദേവൻ വർഗീയവാദിയായിരുന്നോ? സഖാവ് പിണറായി വിജയ ഗുരുദേവൻ ഈഴവന്മാർക്ക് പുരോഗതി ഉണ്ടാക്കി കൊടുത്തപ്പോ അത് നായന്മാരുടെ നഷ്ടമായോ? അത് മുസ്ലിങ്ങളുടെ നഷ്ടമായോ? അത് ക്രിസ്ത്യാനികളുടെ നഷ്ടമായോ? ഒന്നുമായില്ല. അത് ഈഴവന്മാരുടെ പുരോഗതിയായപ്പോ ഈഴവന്മാർ അടങ്ങുന്ന കേരളത്തിന്റെ പുരോഗതിയായി. വക്കം അബ്ദുൽ ഖാദർ മൗലവി, മഹാനായ സീദി സാഹിബ്, ബാപ്പക്കിത്തങ്ങൾ, CH മുഹമ്മദ് കോയ സാഹിബ് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റിക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി. മുസ്ലിങ്ങൾ പുരോഗമിച്ചല്ലോ. മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടായി. അവർ ഒരുപാട് മുന്നോട്ട് വന്നു. അതാരുടെയെങ്കിലും നഷ്ടമായോ? ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്റെ, ക്രിസ്ത്യാനിയുടെ, ഈഴവന്റെ, നായരുടെ ആരുടെയും നഷ്ടമായില്ല. മുസ്ലിങ്ങൾ പുരോഗമിച്ചപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിന്റെ പാർട്ടി വിജയിച്ചു. ഞാൻ സഖാവ് പിണറായി വിജയനോട് ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ പുരോഗതിയിൽ CPM-ന്റെ പങ്കെന്താണ്? കേരളത്തിലെ ഈഴവന്മാരുടെ പുരോഗതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കെന്താണ്? കേരളത്തിലെ നായന്മാരുടെ പുരോഗതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കെന്താണ്? കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പുരോഗതിയിൽ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കെന്താണ്? ഈ സമുദായ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും കാലം പ്രവർത്തിച്ചു രക്ഷപ്പെടുത്തിയ മേഖല പറ നിങ്ങൾ. ഞാൻ പറയാം, കേരളത്തിലെ ആദിവാസി സഹോദരന്മാർ. ഞാൻ വയനാട് ജില്ലക്കാരനാണ്. ഈ മലപ്പുറം ജില്ലയിലും നിലമ്പൂരടക്കമുള്ള ആദിവാസികൾ പാർക്കുന്ന പ്രദേശം. തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് ആദിവാസി കോളനികൾ കൈയടക്കി ആ പഞ്ചായത്തിലെ മെമ്പറാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവരേറ്റെടുത്തതാണ് ദളിതന്റെ പുരോഗതി, അവരേറ്റെടുത്തതാണ് ആദിവാസികളുടെ പുരോഗതി. ഇപ്പോഴെവിടെ ആദിവാസികൾ? കോടിക്കണക്കിന് ഉറപ്പിക്ക കേന്ദ്രത്തിൽ നിന്നും വിഹിതം വരുമ്പോ, സ്റ്റേറ്റ് ഗവൺമെന്റുകളിൽ നിന്നും വിഹിതം വരുമ്പോ അതവന്റെ കൈകളിൽ എത്തിക്കേണ്ട ഇടനിലക്കാർ മഹാഭൂരിപക്ഷവും CPM-കാരാണ്. ഇവിടുത്തെ ദളിതുകളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നോ? ആദിവാസികളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നോ? മാർക്സിസ്റ്റ് പാർട്ടി ഈ കേരളം ഉണ്ടായതിനു ശേഷം പ്രവർത്തിച്ച മേഖലയിൽ ഏതു സമൂഹത്തെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ പറ. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അഭിമാനബോധം ഉണ്ടാക്കി കൊടുക്കാൻ ലീഗ് എന്ന സാമുദായിക സംഘടന എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഈ നട്ടലുണ്ടല്ലോ, നേരെ നിവർത്തിപ്പിടിക്കുന്ന നട്ടല്, അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളുടെ ശിരസുണ്ടല്ലോ, അത് സാമുദായിക പ്രവർത്തനത്തിന്റെ പേരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നുവെങ്കിൽ ഈ പച്ച പതാക പിടിച്ച് ഖിയാമത്ത് നാൾ വരെ ആ സാമുദായിക പ്രവർത്തനത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് കോംപ്ലക്സ് കയറിയിട്ട് ഞങ്ങൾ ഈ പേരൊക്കെ മാറ്റിയിട്ട് പിണറായി വിജയൻ വിചാരിച്ച പോലെ നടക്കുന്നു വിചാരിച്ചു. പിണറായി വിജയൻ സാമുദായിക സംഘടന ആക്ഷേപിച്ചാൽ പിന്നെ കുറച്ചു ദിവസമായല്ലോ തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നു. എന്തു യോഗ്യതയാണ് സഖാവ് പിണറായി വിജയന് ഈ ദിവസം പറയാനുള്ളത്? മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ തീവ്രവാദത്തെക്കുറിച്ച് പറയാൻ ഒരു മനുഷ്യനെ 50 കഷണങ്ങളാക്കി ഒരു മര്യാദയുമില്ലാതെ കീറി മുറിച്ച ദിവസം, മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തു വെച്ച ദിവസം. ഇനി അതിനപ്പുറം ഞാൻ പറയട്ടെ, കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും സഹായിച്ചത് നിങ്ങളല്ലേ? നിങ്ങൾ സഹായിച്ചിട്ടില്ലേ? മാർക്സിസ്റ്റ് പാർട്ടി മുഴുവൻ ഞാൻ പറയില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ളവർക്ക് ഒരുപാട് വിയോജിപ്പുകൾ മുസ്ലിം സമുദായത്തിനും കേരളത്തിനും ഉണ്ടായിട്ടുണ്ട്, ശരീഅത്ത് വിവാദം പോലെയുള്ള വിഷയം. പക്ഷേ ഒരിക്കലും കേരളം അപകടപ്പെടുന്ന ഒരു വർഗീയ ധ്രുവീകരണത്തിനോ ഒരു ജാതീയമായ കൂട്ടായ്മക്കോ അതല്ലെങ്കിൽ ഒരു തീവ്രവാദ കൂട്ടായ്മക്കോ നമ്പൂതിരിപ്പാട് ശ്രമിച്ചു എന്ന് പറയാൻ എത്ര വിമർശിക്കപ്പെടും നമുക്ക് സാധിക്കില്ല. എന്നാൽ അതിനുശേഷം സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യന്മാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കന്മാർ കൊടിയേരിയും ജയരാജനുമൊക്കെ പാർട്ടിയുടെ നേതൃപദങ്ങളിലേക്ക് വന്ന നിമിഷം മുതൽ ആ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ എന്ന് പറയാവുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? രാജ്യത്തിലെ തീവ്രവാദികളെ 1990-ൽ ബാബരി മസ്ജിദിന്റെ ചർച്ച കേരളക്കരയിൽ വന്നത് മുതൽ രാജ്യത്തിന് അപകടകരമായി വന്ന സകല എലമെന്റുകളെയും എല്ലാത്തിനെയും, അത് PDP ആവട്ടെ, അത് NDF ആവട്ടെ, അത് ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, അതാരായിരുന്നാലും അവരെ സഹായിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കഴിഞ്ഞതിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
കൊടിയേരിക്ക് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ, ഇല്ലേ, കൊടിയേരിക്ക് വേണ്ടി വോട്ട് ചെയ്തതിന്റെ പേരിൽ ആ LDF-കാർക്ക് വേണ്ടി കേരളത്തെ 5 കൊല്ലം തീറെഴുതി കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ കൊടിയേരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അറിയുമോ സഖാവ് പിണറായി വിജയൻ ഒറ്റപ്പാലം മറക്കാറായിട്ടുണ്ടോ? ബാബരി മസ്ജിദിനു ശേഷം അദ്ദേഹത്തിന് ഗുരുവായൂർ മറക്കാറായിട്ടുണ്ടോ? അവിടെയും തീരുന്നില്ലല്ലോ. 3 കുട്ടികൾ കാശ്മീരിന്റെ മണ്ണിൽ പോയി ഇന്ത്യയോട് പടവെട്ടി മരിച്ചത് സഖാവ് പിണറായി വിജയ അങ്ങയുടെ അരുമ ശിഷ്യൻ കൊടിയേരി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ്. എന്റെ മകന്റെ മയ്യത്ത് എനിക്ക് കാണേണ്ടത് ആർത്തുകരയുന്ന ഉമ്മ ഈ മണ്ണിലുണ്ടായത് കൊടിയേരി നിങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊലപാതകത്തിന്റെ കേസിൽ പിടിച്ചുകൊണ്ടുവന്ന പ്രതി, ആ പ്രതിയെ സ്റ്റേഷൻ വളഞ്ഞു വെച്ചു. കേരളത്തിൽ തത്തുല്യമായ ഒരു ആക്രമണം ഉണ്ടായത് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണമാണ്. ആ പോലീസ് സ്റ്റേഷൻ തടഞ്ഞു വെച്ചു. അതിനകത്തു നിന്ന് പ്രതിയെ ഊരിക്കൊണ്ടുപോയ ആ LDF-ന്റെ പ്രതികൾക്കെതിരെ ഒരു പെറ്റി കേസ് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കൊടിയേരി എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക്. ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വത്തിന്റെ ദിവസത്തിലെ ഈ മഹാസമ്മേളനം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Freedom. Freedom to feel. Freedom to sense. Freedom to love. Freedom to live your life healthy. Serving you with real medical experts since 1999. Jeddah, Sharafia, Industrial City of Izia. ഉംറ സേവന രംഗത്ത് വിശ്വസ്തയുടെ കരുത്തുമായി ക്രസന്റ് ഉംറ സർവീസ്, ഇൻഡോ അറബ് ട്രാവൽസ്, സുന്നി മഹൽ ബിൽഡിംഗ്, മലപ്പുറം. ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷൻ ബഹുമാന്യനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹൈദരലി ശിഹാബ് തങ്ങൾ, ബൈത്തുർ റഹ്മ അബ്ദുൽ ഹമീദ് എന്ന ഓമന പേരിട്ടിരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, വേദിയിലിരിക്കുന്ന ബഷീർ സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്, KM ഷാജി, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, MLA-മാർ, വനിതാ ലീഗ് നേതാക്കൾ, മറ്റ് സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. 1-2 ആളുകളൊക്കെ മുങ്ങി, അതുപോലെ എനിക്കും മുങ്ങാമായിരുന്നു. ഏതായിരുന്നാലും ഈ സമ്മേളനത്തിൽ പ്രഗത്ഭരായ നിരവധി ആളുകളുടെ പ്രസംഗങ്ങൾ ഇനിയും നടക്കാനിരിക്കുകയാണ്. ഈ സമ്മേളനം കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഹമീദ് മാസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. മുസ്ലിം ലീഗിൻ്റെ ഈ സന്തോഷം ഒന്ന് മുകളിലിരുന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇരുന്നു പോയതാണ്. നമുക്ക് ശത്രുക്കൾ വേണം, ശത്രു ഉണ്ടായേ പറ്റൂ. എൻ്റെ മുത്ത് ശിഹാബ് തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് പൊന്നാനി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ പാണക്കാട് വന്നപ്പോൾ ശിഹാബ് തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്താ അവിടുത്തെ വിശേഷം? ഞാൻ വിചാരിച്ച് എൻ്റെ വീട്ടിലെ വിശേഷമാണെന്ന് കരുതിയിട്ട് ഞാൻ തങ്ങളോട് പറഞ്ഞു, കുട്ടികൾക്കൊക്കെ സുഖമാണ്. തങ്ങൾ പറഞ്ഞ മറുപടി അതല്ല, പൊന്നാനിയിലെ വർത്താനം എന്താണെന്നാണ് ചോദ്യം. പൊന്നാനിയിലെ വർത്താനം എന്താണ്? ഞാൻ പറഞ്ഞു, അവിടെ മഴതനി ഇറങ്ങിയിട്ടുണ്ട് തങ്ങൾ പാപ്പ. ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മഴതനി ഇറങ്ങണമല്ലോ, മഴതനി ഇറങ്ങണം, അപ്പോഴേ നമ്മളെ കുട്ടികൾക്ക് ഉഷാറ് കൂടുള്ളൂ എന്നാണ് പറഞ്ഞത്. ശത്രു നമുക്കൊരു അലങ്കാരമാണ്. എതിരാളികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കോളി, അത്ര കണ്ട് ലീഗ് ഇങ്ങനെ പട്ടം പോലെ വളർന്ന് വളർന്ന് ഉയർന്നു പൊങ്ങുകയാണ്. നിങ്ങൾ ഊതുന്നതിനനുസരിച്ച് കാറ്റിങ്ങനെ വരും, ലീഗ് ഇങ്ങനെ പട്ടം പോലെ ഉയർന്നു പൊങ്ങും. എന്തൊക്കെ നോക്കി, ഏതൊക്കെ കോലത്തിൽ വന്നു,
അതൊക്കെ അസ്തമിച്ചിട്ടിപ്പോൾ പഴകിപ്പൊളിച്ച വർഗീയത, സാമുദായികത, തീവ്രവാദം. ആരാ? പിണറായിയുടെ പാർട്ടി. ആലോചിച്ച് നോക്കണം. ഞങ്ങളെ എതിർക്കാനാണോ എല്ലാവരും ഒറ്റക്കെട്ടാണ്? ഉമാ ഉണ്ണി, രാമൻപിള്ള, മഹദനി, പിണറായി, അങ്ങനെയുള്ള എല്ലാ ശത്രുക്കളും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മതവിഭാഗം മേധാവി ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉണ്ടല്ലോ, അവരമീറന്മാരെല്ലാവരും കുറച്ച് ദിവസമായി ഞങ്ങളെപ്പറ്റി ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജയിക്കാൻ പാടില്ല, ജയിച്ചാൽ സമ്മതിക്കൂല. 10-20 ആൾ ജയിച്ചു വന്നാൽ ഞങ്ങളെങ്ങനെങ്കിലും കണ്ട് വലിഞ്ഞു കയറിയതൊന്നല്ല നിയമസഭയിലേക്ക്. ആണുങ്ങളെ പോലെ തെരഞ്ഞെടുപ്പിന് നിന്നിട്ട് ഒരു പെട്ടി അങ്ങോട്ട് വെച്ച് തന്നിട്ട് ചെയ്തുകൂടിയടാ വോട്ട് എന്ന് പറഞ്ഞിട്ട് എണ്ണിയപ്പോൾ 45,000 ലീഡ് കിട്ടിയ ആൺകുട്ടികളാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. അറിയങ്ങൾ ഞങ്ങൾ ഈ ഭൂരിപക്ഷം കിട്ടിയിട്ട് ഞങ്ങൾ നിയമസഭയ്ക്കല്ലാതെ പിന്നെ എങ്ങോട്ടാണ് പോവുക? ഞങ്ങൾ നിയമസഭയ്ക്ക് തന്നെ വരിക. ഞങ്ങളങ്ങനെ വന്നാൽ സമ്മതിക്കൂല. പിന്നെ ഞങ്ങൾക്ക് മന്ത്രിമാരെത്ര വേണം? ആര് മന്ത്രിയാണ്? ഇവരാ തീരുമാനിക്കുക. അബ്ദുറബ്ബ് മന്ത്രിയായത് ശരിയായില്ല. അബ്ദുറബ്ബ് ആരാ? അബ്ദുറബ്ബ് നിങ്ങളാരാ? അമ്മോസനോ? അബ്ദുറബ്ബ് ഞങ്ങളെ നേതാവാ, ഞങ്ങൾ ജയിപ്പിച്ചതാ. ഞങ്ങൾ എങ്ങനെ പോകണം? ജമാഅത്തെ ഇസ്ലാമി പറയും, മാർക്സിസ്റ്റുകാർ പറയും. നിങ്ങളാരാ? നിങ്ങൾ പറയുന്നത് പോലൊക്കെ കേൾക്കാൻ ഞങ്ങൾ നിങ്ങളെ അമ്മായിയൊന്നുമല്ല. ഈ രാജ്യത്ത് എങ്ങനെ പോകണമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലീഗായിട്ട് വളരുക, ലീഗലായിട്ട് പോകാനും അറിയാം, നിയമവും പഠിച്ചിട്ടുണ്ട്. മോശക്കാരൊന്നല്ല. അങ്ങനെ മന്ത്രിമാർ വരുമ്പോൾ ഇവർ പറയാം. രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാത്തവരും അഭിപ്രായം പറയാണ്. ചിലർ പറയുന്നു സന്തുലിതാവസ്ഥ തകരും. വേറൊരാൾ പറയാണ് 5ാം മന്ത്രി കിട്ടിയതുകൊണ്ടൊന്നും സമുദായത്തിനൊരു മെച്ചമില്ല. 1ാം മന്ത്രി കിട്ടിയത് തന്നെ മൂപ്പര് അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ വെറുതൊന്നല്ല, ഞങ്ങൾ അവിഹിതമായി ഒന്നും ചോദിച്ചിട്ടില്ല. ഈ UDFന്റെ ചെമ്പിൽ 20 ചാക്ക് അരി ഞങ്ങളെ വക, 20 ചാക്ക് അരി. അതിൽ 2 കിലോ കൊണ്ടിട്ടവരുണ്ട്, പിതൃ സക്കാത്തിൻ്റെ 1.5 കിലോനുണ്ട്, ഒക്കെ കൊണ്ടിട്ടവരുണ്ട്. വിളമ്പണ നേരത്ത് ഞങ്ങൾ പറഞ്ഞതാ തുടക്കത്തിൽ തന്നെ, ഒരാൾ കൂടി അധികമുണ്ട്. 4 പ്ലേറ്റാ തന്നത്. 4 പ്ലേറ്റ് തന്നപ്പോൾ ഹൈദരലി തങ്ങൾ പറഞ്ഞു ശരിക്കും കുഞ്ഞാപ്പ നോക്കി വാങ്ങണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്ലേറ്റിൽ വിളമ്പണ്ട, തട്ടുചോറ് തന്നാൽ മതി. ഇതാ പറഞ്ഞ് തട്ടുചോറുണ്ട് തിന്നു. തട്ടുചോറ് തന്ന് കുഞ്ഞാപ്പ 2 കോരി മുനീറിന്, 2 കോരി അബ്ദുൾ റബ്ബിന്, 2 കോരി ഇബ്രാഹിം കുഞ്ഞിന്, 4 കോരി കുഞ്ഞാപ്പട്ട്. പലരും വിചാരിച്ചത് എന്താണെന്നറിയോ? അച്യുതാനന്ദൻ പറഞ്ഞ് തൊട്ടു കിട്ടുന്നതൊക്കെ വാരിക്കൂട്ടിയിരിക്കുന്നു എന്ന്. അതിനല്ല. എന്തിനാ 4 കോരിയിട്ടെന്നാ? പിന്നിൽ അലി വരണുണ്ട്, അതിനാണിത്. കുഞ്ഞാപ്പ അത് വെച്ചു. ഇപ്പം ഞങ്ങൾ ചോദിച്ചതെന്താ? ഇപ്പം ഞങ്ങൾ ഒരു വിരുന്നുകാരനായി അനൂപ് ജേക്കബ് കൂടി കടന്നു വന്നപ്പോൾ എന്നാൽ നമ്മൾ തിന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റേ ചോദിച്ചിട്ടുള്ളൂ, ചോറ് ചോദിച്ചിട്ടില്ലടോ. ഞങ്ങളൊരു പ്ലേറ്റാണ് ചോദിച്ചത്, ഒരൊറ്റ പ്ലേറ്റ്. അതും ഒരു കടലാസിൻ്റെ പ്ലേറ്റാ, സ്റ്റീലിൻ്റെ പ്ലേറ്റ്. രാജ്യസഭ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതാരും വിവരറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ജയിക്കാൻ പാടില്ല. മന്ത്രിമാരാ, അതൊരു പുതിയ സോക്കടൊന്നല്ല. അഹമ്മദ് മന്ത്രിയായപ്പോൾ ഇവർ പറഞ്ഞതെന്താ? ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ചങ്കിനേറ്റ കുത്താണ് കുത്താണ് കുത്താണ്. ആ പറഞ്ഞ ആൾക്ക് പോളിറ്റി ബ്യൂറോന്ന് കുത്ത് കിട്ടിയിട്ട് ഉയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തേക്കാണ് പോയത്. എല്ലാ പ്രമാണിമാർക്കും തർത്തീബനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. ലീഗിനേറ്റ് കളിക്കുക. ഞങ്ങൾക്കൊന്നും പാടില്ലേ. ജാതി മതം പറയാ. മൻമോഹൻ സിംഗിൻ്റെ ജാതി ഏതാന്ന് ഇപ്പോഴാണ് ജനങ്ങൾ അറിയണത്. ഗ്യാനി സെയിൻ സിംഗിൻ്റെ മതമായിരുന്നു മൻമോഹൻ സിംഗിന്, ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെയുണ്ടോ? മുസ്ലിം മന്ത്രി, സിഖ് മന്ത്രി, അങ്ങനെയുണ്ടോ? ഒരു ടീമല്ലേ നമ്മൾ. ഇപ്പം ഷറഫ് അലി ഉണ്ട് ഈ ടീമിൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീം പോകുമ്പോൾ ഷറഫ് അലി ഉണ്ട്, IM വിജയനുണ്ട്. അങ്ങനെയുള്ള ഒരു ടീമായിട്ട് പോകുമ്പോൾ ഷറഫ് അലി സൈഡ് ഇട്ട് കൊടുക്കുമ്പോൾ IM വിജയനെ കണ്ട ഈ പട്ടികജാതിയല്ലേ നമ്മൾ കണ്ടിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നിന്നാൽ ഇന്ത്യക്ക് ജന്മത്തിൽ ഗോളടിക്കാൻ പറ്റുമോ? എന്താ ഇതിൻ്റെ സ്ഥിതി? ഇവരെവിടെയാ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ മാന്യമായി പോവുക. ജയിച്ചാൽ അംഗീകരിക്കൂല. എല്ലാ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ കണ്ടോളാം. അപ്പം നെയ്യാറ്റിങ്കര കണ്ടോളാം. പിറവം കയ്യോളം പറഞ്ഞ് പിറവത്ത് കാണാം. പിറവത്തിൻ്റെ വോട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ ചാനൽ മുഴുവൻ പറയാൻ 10,000-ഓടടുത്തു. അനൂപ് ജേക്കബ് ഉജ്ജ്വല വിജയം, ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് അംഗീകാരം, ഇടതുപക്ഷം പൊട്ടിപ്പാളീസായി
എല്ലാ ചാനലും മനോഹരമായി പറയുമ്പോൾ ഞാൻ കൈരളി ചാനലിക്കൊന്ന് മാറ്റിയിട്ട് നോക്കി. കൈരളി ചാനലിൽ അപ്പോൾ പാചകറാണി അച്ചാറുണ്ടാക്കുകയാണ്. ആ നേരത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ്. മാപ്പിളപ്പാട്ടിന്റെ ദൃശ്യവിസ്മയം കണ്ണൂരിൽ. മെഗാ റിയാലിറ്റി ഷോ മഹർ കുപ്പിവളയുടെ 50ാമത് എപ്പിസോഡ് കണ്ണൂർ ജനതയ്ക്കൊപ്പം. മെയ് 7-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ. ഏവർക്കും സ്വാഗതം.